ക്ഷേത്രത്തിൻ്റെ മുറ്റത്തും ഗ്രൗണ്ടിന് സമീപവുമായി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ ഓഡിറ്റോറിയത്തിന് മുൻപിലെ കസേരകളിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഡ്വക്കേറ്റ് KNA ഖാദർ അവർകൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഗ്രൗണ്ടിൻ്റെ പരിസരത്തുമായി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും വേദിക്ക് മുൻപിലുള്ള കസേരകളിലേക്ക് കടന്നിരിക്കേണ്ടതാണ്. ആധ്യാത്മിക പ്രഭാഷണം ഉടൻ തന്നെ ആരംഭിക്കുന്നു. ഭക്തജനങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ എടക്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിൻ്റെ ഭാഗമായ ആധ്യാത്മിക പ്രഭാഷണമാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത്. നമ്മുടെ അതിഥിയായ അഡ്വക്കേറ്റ് KNA ഖാദർ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. വളരെ ദൂരം യാത്ര ചെയ്താണ് അദ്ദേഹം ഇങ്ങോട്ട് എത്തിയത്. ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കുറേയേറെ ആളുകളുണ്ട്. ഹൈന്ദവ ധർമ്മങ്ങളെക്കുറിച്ച് പറയാനും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ധാരാളമായി പഠിക്കാനും അവസരം കിട്ടിയ ധാരാളം ആളുകളും അക്കൂട്ടത്തിലുണ്ട്. നമ്മുടെ അതിഥിക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇതര മതവിശ്വാസിയായിട്ടും അദ്ദേഹം ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് വളരെ അവഗാഹം നേടുകയും ധാരാളം ഗ്രന്ഥങ്ങൾ പഠിച്ച് അതിലെ അന്തസത്ത ഹൃദിസ്ഥമാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ്. DGP അലക്സാണ്ടർ ജേക്കബ് ഇതുപോലെ തന്നെ ഇതര മതസ്ഥനാണെങ്കിലും അദ്ദേഹവും ഇതുപോലെ തന്നെ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് വളരെയേറെ അവഗാഹം നേടിയിട്ടുള്ള ആളാണ്. നിങ്ങൾ ധാരാളമായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ പ്രത്യേകത പറഞ്ഞാൽ, ഇദ്ദേഹം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇതിനോടകം ധാരാളം പ്രഭാഷണങ്ങൾ നടത്തി പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു മാന്യദേഹമാണ്. ഇദ്ദേഹത്തെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ തോന്നിയതിൽ നമ്മൾ വളരെയേറെ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചും തുടർന്നുള്ള വീക്ഷണം എന്താണ് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു നല്ല ക്ലാസ് നമ്മുടെ മുമ്പിൽ അദ്ദേഹം കാഴ്ചവെക്കും. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് കാതോർക്കാം. ഇന്ന് എൻ്റെ കടമ നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മാന്യ അതിഥിയെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. 7 മണി എന്ന് നമ്മൾ നോട്ടീസിൽ കൊടുത്തിരുന്നു. അദ്ദേഹം കൃത്യം 7 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് ആവോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായ ഒരു ദിവസമാണിന്ന്. നമ്മളാണ് തയ്യാറാകാതിരുന്നത്. നമ്മുടെ ഓഡിയൻസ് വളരെ കുറച്ചു പേരെ ഉള്ളൂ എന്ന് കണക്കാക്കണ്ട. പ്രഭാഷണം അതീവ ശ്രദ്ധയോടെ കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി മാത്രം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് ഈ വേദിക്ക് മുമ്പിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഘോഷയാത്ര ഏതാണ്ട് 9 മണിയോടുകൂടിയേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഘോഷയാത്ര എത്തിച്ചേരുന്നതിന് മുമ്പായി അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം വിശദമായി അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഇന്നത്തെ വിശിഷ്ടാതിഥിയായ അഡ്വക്കേറ്റ് KNA ഖാദറിനെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിലെ ആധ്യാത്മിക പ്രഭാഷണ യോഗത്തിലെ അധ്യക്ഷം വഹിക്കുന്നത് ക്ഷേത്ര പ്രസിഡന്റും ഉത്സവ കമ്മിറ്റിയുടെ കൺവീനറുമായ ശ്രീ CG സുധാകരൻ നായരാണ്. അദ്ദേഹവും നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് വേദിയിൽ സുപരിചിതനായ ഒരാൾ കൂടിയുണ്ട്. 9-ാം വാർഡിലെ ജനങ്ങൾക്ക് ഏറെ സുപരിചിതനായ നമ്മുടെ ധനഞ്ജയൻ നമ്മുടെ വാർഡ് മെമ്പറാണ്. അദ്ദേഹവും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ക്ഷേത്ര പ്രസിഡന്റിനെയും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറെയും എല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉത്സവ കമ്മിറ്റി കൺവീനറും ക്ഷേത്ര പ്രസിഡന്റുമായ ശ്രീ CG സുധാകരൻ നായരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഭക്തജനങ്ങളെ, നാട്ടുകാരെ, നമ്മളുടെ അതിഥിയായിട്ട് ഇന്ന് നമുക്ക് പ്രഭാഷണം നടത്താൻ എത്തിച്ചേർന്നുള്ള KNA ഖാദർ സാറിനെ ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് നിങ്ങൾ ധന്യരാകുവാൻ വളരെയധികം ശ്രദ്ധയോടുകളായി ഇരുന്നുകൊണ്ട് കേട്ട് മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിനുവേണ്ടി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരണീയനായ അധ്യക്ഷൻ, ഈ ദുർഗാ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി പ്രസിഡൻറ്റും ഭരണി ആഘോഷ കമ്മിറ്റിയുടെ കൺവീനറുമായ ശ്രീ സുധാകരൻ നായർ, പ്രിയപ്പെട്ട ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ ഹരീന്ദ്രൻ മാസ്റ്റർ, ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായ ശ്രീ ധനഞ്ജയൻ, ഇവിടെ സന്നിഹിതരായ സഹോദരി സഹോദരന്മാരെ, വിശിഷ്ട വ്യക്തികളെ, ഞങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്ത് അല്പനേരം ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഈ സാംസ്കാരിക സദസ്സിൽ അല്പനേരം നിങ്ങളുമായി എൻ്റെ ചിന്ത പങ്കുവയ്ക്കുവാൻ അവസരമുണ്ടായതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഏത് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ചും ധാരാളം കലാപരിപാടികളും ഘോഷയാത്രകളും അന്നദാനങ്ങളും ഒക്കെ നടക്കുക സ്വാഭാവികമാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അത്തരം ഉത്സവങ്ങൾക്ക് അപ്പുറത്ത് ഈ കലാപരിപാടികൾ എന്തിനാണ്, ഈ ഘോഷയാത്രകൾ എന്തിനാണ്, എന്തുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം, എന്തിനാണ് ഒരു ഉത്സവം, എന്താണ് ക്ഷേത്രം, എന്താണ് പ്രതിഷ്ഠ, എന്താണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ സിദ്ധാന്തങ്ങൾ തുടങ്ങിയ ഒരു 100 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാനുണ്ട്. അതെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. എല്ലാ അറിവുകളും ഉള്ളവരല്ല. വേദഗ്രന്ഥങ്ങളും അതുപോലെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും ജ്ഞാനവുമൊക്കെ നേടാൻ പൂർണ്ണമായി സാധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. സ്വാഭാവികമായും
നമ്മുടെ രാജ്യത്ത് വളരെ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു ഭാരതത്തിലെ ധർമ്മം ഹൈന്ദവ ധർമ്മം ആണ് എന്നിരിക്കെ ആ ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അന്വേഷിക്കുവാനും നമുക്കെല്ലാം ബാധ്യതയുണ്ട്, താല്പര്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? സത്യനിഷ്ഠയും അതുപോലെ നീതിപൂർവമായിട്ടുള്ള ജീവിതവും എല്ലാ ജീവജാലങ്ങളോടുമുള്ള നമ്മുടെ സമീപനവും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും ആനന്ദവുമൊക്കെയാണ് വാസ്തവത്തിൽ നമ്മളെല്ലാം അന്വേഷിക്കുന്നത്. ആത്മീയമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഒന്ന് നമ്മൾ ജീവൻ, 2 ജഗത്ത്, 3 ഈശ്വരൻ. ജീവനെക്കുറിച്ചും ജഗത്തിനെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചും അന്വേഷിക്കുകയും ഈശ്വരനെ അറിയുകയും അവ തമ്മിലുള്ള ജീവനും ജഗത്തും ഈശ്വരനും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാണ് വാസ്തവത്തിൽ ആത്മീയമായ അന്വേഷണം എന്ന് പറയുന്നത്. അഥവാ ഞാൻ ആരാണ് എന്നൊരു ചോദ്യം സ്വയം ചോദിക്കുക. ആ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ അന്വേഷണം വാസ്തവത്തിൽ ആരംഭിക്കേണ്ടത്. ഇവിടെ ആരീന്ദ്രൻ മാഷ് സ്വാഗതം ആശംസിച്ചപ്പോൾ എന്നെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. അദ്ദേഹം പ്രകടിപ്പിച്ച, നിങ്ങളെല്ലാവരും പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന് എനിക്ക് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ വലിയൊരു പ്രഭാഷകനും വലിയൊരു പണ്ഡിതനും ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചും ഇതര മതസ്ഥരുടെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് മനസ്സിലാക്കിയ ഒരാളും അല്ല ഞാൻ. സ്വാഭാവികമായും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതുപോലെ ഹൂ ആം ഐ, മേം കോൻ ഹും, ഞാൻ ആരാണ് എന്നൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്ക് കിട്ടുന്ന ഉത്തരം, ഞാനൊരു മുൻ MLA ആണ്, നിയമസഭാ സാമാജികനായിരുന്നു, പ്രഭാഷകനാണ്, പേരിന്നതാണ്, ഊരിന്നതാണെന്നൊക്കെ കിട്ടും. വാസ്തവത്തിൽ ഞാൻ അതൊന്നുമല്ല. കാര്യം മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും സ്വയം ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം, നൈനം ചിന്നന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാപ്പോ ന ശോഷയതി മാരുത എന്ന് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പാടിയിട്ടുണ്ട്. ഞാൻ അനശ്വരനായൊരു ആത്മാവാണ്. കത്തി കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നി കൊണ്ട് കരിക്കാനാവില്ല, കാറ്റുകൊണ്ട് ഉണക്കാനാവില്ല, വെള്ളം കൊണ്ട് നനക്കാനാവില്ല. ബിക്കോസ് ഐ ആം എൻ എറ്റേണൽ സോൾ. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരാത്മാവാണ്. പരമാത്മാവിൽ നിന്ന് വന്ന ജീവാത്മാക്കളാണ്. അപ്പോൾ ഈ സംസാരിക്കുന്ന ഞാനും ഇവിടെ കൂടിയിരിക്കുന്നവരും ഇനി വരാനുള്ളവരും വന്നു പോയവരും ഒക്കെ ആത്മാക്കളാണ്. എല്ലാവരും ആത്മാക്കളായിരിക്കെ നാം ജനിച്ചിട്ടില്ല, നമുക്ക് മരണവും ഇല്ല. ജനിമൃതികൾക്കിടയിലെ ഒരു ജീവിതമാണ് ഇപ്പോൾ നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാക്കളാണെങ്കിൽ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, സ്ത്രീയില്ല, പുരുഷനില്ല, ഇടക്കരക്കാരില്ല, നിലമ്പൂർക്കാരില്ല, മലപ്പുറത്തുകാരില്ല. നമ്മൾ അതുമായിട്ടൊന്നും ബന്ധിതരല്ല. നമ്മളെല്ലാം ആത്മാക്കളാണ്. അതാണ് സങ്കല്പം, നമ്മളെല്ലാം ആത്മാക്കളാണ്. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? നാം ഈ കാണുന്ന ഈ ചുറ്റുപാടുകളിൽ, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ കസേരകൾ, അതിൻ്റെ ചുറ്റുപാടും ഉണങ്ങിയതും അല്ലാത്തതുമായ പുല്ല്, പക്ഷിമൃഗാദികൾ, ജീവജാലങ്ങൾ, വൃക്ഷങ്ങൾ, പുഴകൾ, ഇങ്ങനെ പലതും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഈ ജഗത്താണ്, ഈ പ്രപഞ്ചത്തിൻ്റെ, കാണപ്പെടുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്താൽ പൂർണ്ണം അവശേഷിക്കുന്നു, പൂർണ്ണത്തോട് പൂർണ്ണം ചേർത്താലും പൂർണ്ണം അവശേഷിക്കുന്നു. ആ പൂർണ്ണതയെയാണ് നാം അന്വേഷിക്കുന്നത്. ആ പൂർണ്ണതയാണ് ബ്രഹ്മം, പ്രപഞ്ചം. ഈ പ്രപഞ്ചമുണ്ടായത് ദൃശ്യമായ
അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായ പ്രപഞ്ചം ഉണ്ടായി. അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന്, ബ്രഹ്മം അദൃശ്യമാണ്, അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്ന് ദൃശ്യമായ പ്രപഞ്ചം ഉണ്ടായി. പക്ഷേ ദൃശ്യമായ പ്രപഞ്ചം അദൃശ്യമായ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതിന് ശേഷവും ബ്രഹ്മം പണ്ടെപ്പോലെ പൂർണ്ണം എന്നാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ പൂർണ്ണത എന്ന് പറഞ്ഞത് ബ്രഹ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമാണ്, മഹാശക്തിയാണ്. ഈ ക്ഷേത്രത്തിനകത്തും അതാണുള്ളത്, നമ്മുടെ ഹൃദയങ്ങളിലും അതാണ് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് മനുഷ്യർ സാധാരണഗതിയിൽ മണ്ഡലകാലത്ത് ശബരിമലക്കൊക്കെ പോകുന്ന ആളുകൾ ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാബോ ശാസ്തേ ദുഭ്യം നമോ നമ എന്ന് പറഞ്ഞ് ഒരുപാട് നോമ്പൊക്കെ എടുത്ത് ഒരുപാട് വഴി ദൂരം യാത്ര ചെയ്ത് 18 പടി കയറി ക്ഷീണിച്ച് അയ്യപ്പനെ കാണാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി അവിടെ എത്തുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്, തത്വമസി. തത്വമസി എന്ന് കോടാനുകോടി മനുഷ്യർ അവിടെ വായിക്കുന്നുണ്ട്. എന്താണ് തത്വമസി? അത് നീ തന്നെ. നീ എന്തിനെയാണോ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അത് നീ തന്നെയാണോ? അത് വേറെ എവിടെ അന്വേഷിക്കേണ്ടതല്ല, നമ്മിൽ തന്നെയുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാകുന്നു ബ്രഹ്മം. തത്വമസി, അത് നീയാകുന്നു, നീ തന്നെയാകുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ജീവിതം നമുക്കുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേദങ്ങളുണ്ടോ, ഉപനിഷത്തുകളുണ്ടോ, ശ്രുതിയുണ്ടോ, സ്മൃതിയുണ്ടോ, ഇതിഹാസങ്ങളുണ്ടോ, പുരാണമുണ്ടോ, നല്ല സന്ദേശങ്ങളുണ്ടോ? നന്മതിന്മകളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ എത്ര കാലമായി വന്നിട്ട് എത്ര കാലം ഇവിടെ ഉണ്ടാവും? പോയിട്ടെന്ത്? പിന്നെ ഒരു ജീവിതമുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണ തോന്നാറുണ്ട്, ഒരു നല്ല വീടുണ്ടായാൽ ആനന്ദമായി, ഒരു പുതിയ കാറ് വാങ്ങിച്ചാൽ ആനന്ദമായി, സുന്ദരിയായ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമായി. അങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, ഭൗതികമായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശാശ്വതമായ ആനന്ദം ഒരിക്കലും ലഭിക്കുകയില്ല. എന്നാൽ മനുഷ്യർ ശാശ്വതമായ ആനന്ദത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് നാം വേദങ്ങളിലും ധർമ്മങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്നത്. ഇസ്ലാം മത വിശ്വാസികൾ ഖുറാനിൽ വിശ്വസിക്കുന്നു, ക്രൈസ്തവർ ബൈബിളിൽ വിശ്വസിക്കുന്നു. ബൈബിൾ പ്രകാരം ദൈവത്തിനൊരു പേരുണ്ട്, ഖുറാൻ പ്രകാരം ദൈവത്തിന് വേറൊരു പേരുണ്ട്. ഹൈന്ദവ ധർമ്മമനുസരിച്ച് വേറെ പല പേരുകളുണ്ട്. അപ്പോൾ ഈ ധർമ്മങ്ങളിലെല്ലാം പറയുന്ന ദൈവം ഒന്നാണോ? അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉത്ഭവിക്കുന്നുണ്ട്. ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ എന്നാണ് ഹൈന്ദവ ധർമ്മവും ഇതര ധർമ്മങ്ങളും ഒക്കെ പറയുന്നത്. ഏകം സത്വിപ്ര ബഹുധ വദന്തി, സത്യം ഒന്നു മാത്രമേയുള്ളൂ. ആചാര്യന്മാർ അതിനെ പലതായി വ്യാഖ്യാനിക്കുന്നു. ഈ വേദഗ്രന്ഥങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ 4 വേദങ്ങളും അതിൻ്റെ ഉപവേദങ്ങളായ ആയുർവേദം, ധനുർവേദം, ഇങ്ങനെയുള്ള വേദങ്ങളുടെ ഉപവേദങ്ങൾ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്ഥാപത്യവേദം തുടങ്ങിയ ഉപവേദങ്ങൾ. അപ്പോൾ വേദങ്ങളും ഉപവേദങ്ങളും ഉണ്ട്, ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഏകയേവ 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 എന്നാണ്
നേരത്തെ നിന്നതുപോലെ നിന്നാൽ മതിയായിരുന്നു. ഞാൻ വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ആളല്ല, അതുകൊണ്ട് ഇതിമ കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇത്ര ശബ്ദത്തിൽ സംസാരിക്കേണ്ടതുള്ളൂ. കാരണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ കേൾക്കാൻ സാധിക്കും. കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഞാൻ എങ്ങനെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കേൾക്കാനായിട്ട് ഘോഷയാത്രയിലൊന്നും പോകാതെ ഇവിടെ വന്നിരുന്നവരായതുകൊണ്ട് ഞാൻ മെല്ലെ സംസാരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ ഇസ്ലാം മത ധർമ്മം അനുസരിച്ച് ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് നമ്മളെല്ലാവരും. ക്രിസ്തുമതം അനുസരിച്ച് യേശുക്രിസ്തുവിനോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചു, മുഖ്യ പ്രമാണം എന്താണ്? അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അനുയായികൾ ചോദിച്ചു, അങ്ങയുടെ മുഖ്യ പ്രമാണം എന്താ? അതൊന്ന് പറഞ്ഞു തന്നാൽ മതി, ഇതെല്ലാം ഞങ്ങൾ കേൾക്കണ്ടല്ലോ, ഓർമ്മിച്ചിരിക്കാനും നല്ലതാണ്. മുഖ്യ പ്രമാണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക എന്നതാണ് മുഖ്യ പ്രമാണം. എല്ലാ പ്രമാണങ്ങളും അതുതന്നെ. പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. എല്ലാ ധർമ്മങ്ങളിലും ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ ഹൈന്ദവ സഹോദരന്മാരിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ശബരിമല പോയി കഴിഞ്ഞാൽ അവിടെ അയ്യപ്പൻ ഇരിക്കുന്നതായിട്ടാണ് കാണുക. തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ അനന്തപത്മനാഭൻ കിടക്കുന്നതായിട്ടാണ് കാണുക. കൽക്കത്തയിലെ കാളി ക്ഷേത്രത്തിൽ പോയാൽ, ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്, ആ ക്ഷേത്രത്തിൽ പോയാൽ രൗദ്രഭാവത്തോടു കൂടി കാളി നാക്ക് നീട്ടി ചുവന്ന പട്ടുസാരി ധരിച്ച് തലയോട്ടികൾ മാല കൊരുത്ത് കഴുത്തിൽ തൂക്കിയിട്ട് നിൽക്കുന്ന കാളിയാണ് കാണുക. അപ്പം നിൽക്കുന്ന കാളിയെയും ഇരിക്കുന്ന അയ്യപ്പനെയും കിടക്കുന്ന അനന്തപത്മനാഭനെയും ഒക്കെ ആരാധിക്കുന്ന ഹൈന്ദവ സഹോദരന്മാർക്ക് 33 കോടി ദൈവങ്ങളുണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഉണ്ട് എന്ന് അഭിപ്രായം പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഹൈന്ദവ ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. ആ വേദങ്ങളിൽ ഏകയേവ 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 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മാത്രമേ ഉള്ളൂ. ഏകം സത്വിപ്ര ബഹുധാ വദന്തി. ഏകയേവ എന്നല്ല, രണ്ടില്ലാത്ത വിധം ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്. അങ്ങനെ പറഞ്ഞ് ന ദശമോ 10 ഇല്ലാത്ത വിധം ഒന്നാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വേദഗ്രന്ഥങ്ങൾ ഉറപ്പിച്ച് പറയണം. അപ്പോൾ ഒരു ദൈവം മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ തരത്തിലുള്ള ആരാധനകളൊക്കെ എങ്ങനെ ഉണ്ടായി? എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? അത് സ്ഥൂലമായ രൂപങ്ങളിലൂടെ സൂക്ഷ്മമായ രൂപങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഞാനൊരു യാത്രികനായിരുന്നു. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു പ്രഭാഷകനാണ്. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവാണ്, എൻ്റെ മക്കൾക്ക് അച്ഛനാണ്. അപ്പോൾ ഈ പ്രഭാഷകൻ KN ഖാദറാണ്, ഭർത്താവ് KN ഖാദറാണ്, അച്ഛൻ KN ഖാദറാണ്. പക്ഷേ ഇതെല്ലാം വ്യത്യസ്തമായ രീതികളിലാണ് അവരെല്ലാവരും എന്നെ കാണുന്നത്. ഒരു പ്രഭാഷകൻ എന്ന നിലയ്ക്ക് എന്നെ ബഹുമാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ കാണുന്ന രീതിയിലല്ല ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ ഭാര്യ എന്നെ കാണുന്നു. ആ നിലയിലല്ല അച്ഛൻ എന്ന നിലയിൽ മക്കൾ എന്നെ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ആരാണ്? എല്ലാം ഞാൻ തന്നെയാണ്. എൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഇവരെല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന് അർത്ഥം. അതുപോലെ തന്നെ മനുഷ്യവംശം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്ന മനുഷ്യർ ദൈവത്തിൻ്റെ പല ഭാവങ്ങളെയും ആരാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത്. 33 കോടി ദൈവങ്ങളല്ല, അടിസ്ഥാന ഗ്രന്ഥങ്ങളായ വേദങ്ങൾ പ്രകാരം ദൈവം ഒന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വേദഗ്രന്ഥങ്ങൾ തന്നെ അറിവാണ്. വേദം എന്ന് പറഞ്ഞാൽ വിദ് എന്ന ധാതുവിൽ നിന്നുണ്ടായത്. വിദ് എന്ന് പറഞ്ഞാൽ അറിവാണ്. വേദാന്തം എന്ന് പറയും, അറിവിൻ്റെ അവസാനം. ഉപനിഷത്തുകൾ അതൊക്കെ അറിവിൻ്റെ അവസാനമാണ്. ഏതറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ ബാക്കിയില്ലയോ, അതാണ് വേദാന്തം.
അപ്പോൾ അറിവ് ആണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അറിവാണ് ധർമ്മം എന്ന് പറയുന്നത്. ഹൈന്ദവ ധർമ്മത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അറിവുണ്ടായിരിക്കുക, അറിയുക എന്നുള്ളതാണ്. എന്തിനാണ് അറിയേണ്ടത്? ഞാൻ ആരാണെന്ന് അറിയണം, എന്താണെന്ന് അറിയണം, ബ്രഹ്മം പ്രപഞ്ചം എന്താണെന്ന് അറിയണം, പരബ്രഹ്മം എന്താണെന്ന് അറിയാം. ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, സർവ്വയിടത്തും സർവ്വ ജീവജാലങ്ങളിലും പക്ഷിമൃഗാദികളിലും പ്രപഞ്ചത്തിലെ ചൈതന്യമുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുവകകളിലും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാ, ആ പരമാത്മാവിൽ നിന്ന് ജീവാത്മാ, ആ ജീവാത്മാവായ മനുഷ്യർ പല ജന്മങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിലും എത്ര കാലം ഇവിടെ നമ്മൾ ജീവിക്കും? ഒരുപാട്. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ ചെറിയത് മാത്രമേ ഉള്ളൂ. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാർ രാമവർമ്മ പാടാനുണ്ടായ കാരണം, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായ ജീവിതമാണ്, വളരെ മനോഹരമായൊരു പ്രപഞ്ചമാണ്. ഇവിടെ പക്ഷികളും മൃഗങ്ങളും ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പുഴകളും എല്ലാമുള്ള അതിമനോഹരമായ ഈ ഭൂമിയിൽ നമുക്ക് വീണ് കിട്ടിയ ഈ ജന്മം നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടല്ല, നിയോഗമാണ്. അങ്ങനെ നമുക്ക് വീണ് കിട്ടിയ ഈ മനുഷ്യജന്മം ഒരുപാട് കാലം നിലനിൽക്കുന്നതല്ല. എന്നാൽ വേദഗ്രന്ഥങ്ങൾ ആഗ്രഹിക്കുന്നത്, വേദഗ്രന്ഥങ്ങൾ വിഭാവനം ചെയ്തത് പശ്യേമ ശരദശതം എന്നാണ്. ദീർഘായുസായിട്ട് 100 വർഷം നമ്മൾ ജീവിക്കട്ടെ എന്നാണ് വേദങ്ങൾ പോലും വിഭാവനം ചെയ്ത്. ജീവേമ ശരദശതം, കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും സംസാരിച്ചുകൊണ്ടും 100 വർഷം ജീവിക്കുന്നതിനെക്കുറിച്ചാണ് വേദഗ്രന്ഥങ്ങൾ വിഭാവനം ചെയ്ത്. എന്നിട്ടും ശരാശരി ഈ കൊച്ചു കേരളത്തിലെ മനുഷ്യരുടെ ആയുസ് ഇപ്പോഴും 70 വർഷമാണ്. 70 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? 70 വർഷം എന്ന് പറഞ്ഞാൽ 25,567 ദിവസങ്ങളാണ്. 25,567 ഡേയ്സ്. 25,567 ദിവസങ്ങളിൽ 8,000 ദിവസം ഞാനും നിങ്ങളും ഉറങ്ങും. വേറെ 8,000 ദിവസം ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കും, വസ്ത്രധാരണത്തിന് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉറങ്ങാനും വേണ്ടി 16,000 ദിവസം കഴിഞ്ഞു പോവും. പിന്നെ ബാക്കി വരുന്നത് 8,000-9,000 ദിവസങ്ങളാണ്. അതിൽ തന്നെ പ്രായാധിക്യം മൂലം രോഗങ്ങൾ ഉണ്ടാകുന്ന കാലമുണ്ട്, കുട്ടിക്കാലമുണ്ട്. നമുക്ക് മനുഷ്യർക്ക് ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഇന്നസെൻസ് ഉണ്ട്, ഒരു നിഷ്കളങ്കത. ഒന്നും അറിയാത്ത, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാത്ത, എല്ലാം അറിയാൻ ആഗ്രഹമുള്ള നിഷ്കളങ്കമായ ഒരു ചെറിയ ശൈശവ കാലഘട്ടമുണ്ട്. ആ നിഷ്കളങ്കതയെ പറയുന്നത് ബോൺ ഇന്നസെൻസ് എന്നാണ്. ജന്മസിദ്ധമായി മനുഷ്യർക്ക് കിട്ടുന്ന ഒരു ഇന്നസെൻസാണ്. അത് കഴിഞ്ഞ് നമ്മൾ തെറ്റായ പല വഴിക്കും സഞ്ചരിച്ച് പല കൗശലങ്ങളും പഠിച്ച് പലതരത്തിലുള്ള മനുഷ്യരായി, രജോ ഗുണമുള്ളവരായി, തമോ ഗുണമുള്ളവരായി, സാത്വിക ഗുണം മുഴുവൻ നഷ്ടപ്പെട്ട് അവസാനം ഒരുപാട് പ്രായമാകുമ്പോൾ പിന്നെ ഭക്തനാകുന്നു, നല്ലവരായി തീരാനുള്ള ആഗ്രഹം ജനിക്കുന്നു, വീണ്ടും നിഷ്കളങ്കരാകുന്നു. അതിനെ തത്വചിന്തകന്മാർ പറയുന്നത് അക്വയർഡ് ഇന്നസെൻസ് എന്നാണ്. ആർജിതമായ നിഷ്കളങ്കതയാണ്. അത് ജീവിതത്തിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന കാലഘട്ടമാകുമ്പോഴേക്ക് ആർജിക്കുന്ന ഒരു നിഷ്കളങ്കതയാണ് അക്വയർഡ് ഇന്നസെൻസ് എന്ന് പറയുന്നത്. ഈ 2 ഇന്നസെൻസിൻ്റെ ഇടയിലുള്ളൊരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടം. ഈ 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് 15 വർഷം സുഖമായി ഊർജ്ജസ്വലമായി ജീവിക്കുവാനുള്ള സൗകര്യമുണ്ടാകുന്ന 15 വർഷം ഉണ്ട്. ഈ 15 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 70 വർഷം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു? നാം എല്ലാം ആരാണ്? നമ്മളെല്ലാം ആത്മാക്കളാണെങ്കിൽ എല്ലാ ധർമ്മങ്ങളും ഒരുപോലെയാണോ പറഞ്ഞിട്ടുള്ളത്? എല്ലാവരെയും സൃഷ്ടിച്ച ഈശ്വരൻ ഒന്നാണോ? ആ ഈശ്വരനെക്കുറിച്ചുള്ള അന്വേഷണമാണ് വാസ്തവത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നത്. ആ അന്വേഷണത്തിൽ നിന്നാണ് നമുക്ക് ആരാധനകൾ ഉണ്ടായത്, ക്ഷേത്രങ്ങൾ ഉണ്ടായത്. ഈ ഭൂമുഖത്ത് ജനിച്ച മനുഷ്യവംശങ്ങളിൽ ഒരു കാലഘട്ടത്തിലും ഒരു സമുദായവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനാലയം ഉണ്ടാക്കാതെ പോയിട്ടില്ല. ദൈവസങ്കല്പം അവൻ്റെ കൂടപ്പുറപ്പായിട്ട് വന്നത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ദൈവസങ്കല്പം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരാധനാക്രമം ഇത് ഇല്ലാതെ
മനുഷ്യ സമൂഹം കടന്നു പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മനുഷ്യവംശം എന്നുണ്ടായി? മനുഷ്യവംശം ശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം ഒരുപാട് വർഷങ്ങളായി, സുമാർ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യരുണ്ടായത്. ആ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ മനുഷ്യർ ആ കാലഘട്ടം അത്രയും അവരുടെ ജീവിതത്തിൽ അവരൊരു ദൈവത്തെക്കുറിച്ച് സങ്കല്പിച്ചിട്ടുണ്ട്, ഒരു ആരാധനയെക്കുറിച്ച് സങ്കല്പിച്ചിട്ടുണ്ട്. അവർ കൊടുങ്കാറ്റിനെയും വായുവിനെയും വരുണിനെയും സൂര്യനെയും ചന്ദ്രനെയും കടലിനെയും ഹിംസ്ര മൃഗങ്ങളെയും ഒക്കെ ആരാധിക്കുകയും ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ശക്തിയുണ്ട് എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അവസാനം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു തലത്തിലാണ് ഈ ശ്രുതികൾ ഉണ്ടായത്. ഹൈന്ദവ ധർമ്മത്തിൽ ശ്രുതിയുണ്ട്, സ്മൃതിയുണ്ട്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടത് എന്നാണ് അർത്ഥം. വേദങ്ങളൊക്കെ ശ്രുതിയാണ്. മഹർഷീശ്വരന്മാർക്ക്, മഹർഷി വര്യന്മാർക്ക് ധ്യാനനിരതരായി ഒരുപാട് കാലം അന്വേഷണത്തിൽ അവരിയ്ക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വെളിപാടാണ് വാസ്തവത്തിൽ ശ്രുതി എന്ന് പറയുന്നത്. വേദങ്ങളൊക്കെ ശ്രുതിയാണ്. മഹാഭാരതവും രാമായണവും ഭാഗവതവും പുരാണങ്ങളും ഒക്കെ സ്മൃതികളാണ്. ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള ഒരു വിഷയം വന്നാൽ അതിൽ ശ്രുതിയാണ് മാറ്റമില്ലാതെ തുടരുക. ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള ഒരു സംഘർഷമോ ഒരു സംവാദമോ ഉണ്ടായാൽ അതിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് ശ്രുതിയാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഈ ശ്രുതികളിൽപ്പെട്ട ഈ വേദഗ്രന്ഥങ്ങളിൽ എന്തൊക്കെ പറയുന്നു? വേദഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. ആചാര്യന്മാരിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് പഠിക്കണം. നമുക്ക് ഈ വിവരങ്ങളൊക്കെ ഒരു ഗുരുനാഥൻ, നമുക്കൊരു ഗുരു ഉണ്ടാവും, ആ ഗുരുവിന് വേറൊരു ഗുരു ഉണ്ടാവും, ആ ഗുരുവിന് വേറൊരു ഗുരു ഉണ്ടാവും. അങ്ങനെ ഗുരുക്കന്മാരുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഗുരു ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലഘുവായത് എന്ന് മനസ്സിലാക്കണം. നമ്മളൊക്കെ ലഘുവാണ്, കാരണം ഗുരു വേറെ ഉണ്ട്. ആ ഗുരുനാഥന്മാരുടെ ഏറ്റവും അവസാനത്തിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ദൈവത്തെ കൂടെ അന്വേഷിച്ച് ഈശ്വരീയമായ പ്രാപ്തിക്ക് വേണ്ടി ധ്യാനനിരതരായിരുന്ന് വെളിപാടുകൾ കൈവശപ്പെടുത്തിയ മഹാഗുരുനാഥന്മാരെയും മഹർഷിവര്യന്മാരെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ പരമ്പരയായി പറഞ്ഞ് കേട്ട് കൊടുത്ത് വന്നതാണ് ഈ വേദഗ്രന്ഥങ്ങളെല്ലാം. അങ്ങനെ ഉണ്ടായതാണ് ഈ ശ്രുതികളൊക്കെ. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട പുസ്തകം ഋഗ്വേദമാണെന്ന് പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ നിങ്ങൾക്കറിയാം, ഋഗ്വേദത്തിൻ്റെ ആദ്യ വരി എന്താ? ആദ്യ ശ്ലോകം എന്താ? ഹോതാരം രത്നദാതമം എന്നാണ്. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം എന്നാണ്. അപ്പോൾ ഈ അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ പ്രകാശത്തിലൂടെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഹൈന്ദവ ധർമ്മത്തിൽ എവിടെയും നമുക്കൊരു വിളക്ക് കാണാൻ സാധിക്കും. ഒരു വിളക്ക് കൊളുത്താത്ത ഒരു ചടങ്ങും ഒരു ഹൈന്ദവ ജീവിതത്തിലില്ല. ഒരു ജനനമായാലും മരണമായാലും എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ പരിപാടികൾക്കും ഒരു വിളക്ക് വീട്ടിൽ 2 നേരമുള്ള പ്രഭാത സന്ധ്യയും ഒരു പ്രദോഷ സന്ധ്യയും 2 സന്ധ്യാനാമങ്ങളും 4-5 യജ്ഞങ്ങളും ബ്രഹ്മയജ്ഞവും പിതൃയജ്ഞവും അതിഥിയജ്ഞം അങ്ങനെയുള്ള ഒരുപാട് യജ്ഞങ്ങളും ഒക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് വന്നത് ഈ ഈശ്വരീയമായ ചിന്ത ഉണ്ടാകാനും സമാധാനം ഉണ്ടാകുവാനും സ്ഥിരമായി ആനന്ദമുണ്ടാകുവാനും നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകാനും നമുക്ക് സാത്വിക സ്വഭാവം ഉണ്ടാകാനും വേണ്ടിയാണ്. ഇപ്പം നമ്മൾ സാധാരണ ചെയ്യാറുള്ളൊരു പണിയുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ കൊച്ചു കുട്ടികളിവിടെ ഉണ്ടല്ലോ, ഈ കുട്ടികളുടെ എല്ലാം ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. അത് ഇടക്കരയിലും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഈ ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത്? മുതിർന്നവരുടെയും ആഘോഷിക്കാറുണ്ട്. ബർത്ത്ഡേ കുഞ്ഞുങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു കേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ കേക്കിൽ കുഞ്ഞിൻ്റെ പേരെഴുതി, അത് കൊടുത്ത മമ്മിയും പപ്പാൻ്റെയും പേരെഴുതി വെച്ച് അതിൽ 4-5 മെഴുകുതിരികൾ കൊളുത്തി വെച്ച് ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടി അടുത്ത് നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് പാടിയിട്ട് ഈ കേക്ക് മുറിക്കുന്ന സന്ദർഭത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ വിളക്ക് ഊതിക്കെടുത്തിക്കും. ഫു 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 പറഞ്ഞ് എല്ലാം മെഴുകുതിരി വെളിച്ചവും ആ കുഞ്ഞ് കെടുത്തും. അതാണ് നമ്മളവനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഭാരതീയ ധർമ്മമൊക്കെ അറിയുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും. നമ്മുടെ ധർമ്മം അനുസരിച്ച് അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്ന് കേൾക്കാത്തവരുണ്ടോ ഈ മന്ത്രം? തമസോമ ജ്യോതിർഗമയ എന്നാണ്. ഇരുട്ടുപോയി വെളിച്ചമുണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുകയും
അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യർ സ്വന്തം മക്കളെ കൊണ്ട് അവരുടെ ജീവിതം ഇരുളടയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് വിളക്ക് ഊതി കെടുത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എവിടുന്ന് കിട്ടിയ ആചാരമാണ്? ഇത് ഏത് ധർമ്മത്തിലുള്ളതാണ്? അപ്പം നമ്മളൊന്നൊരു ധാർമ്മിക ജീവിതം നയിക്കുന്നവരല്ല. ഈ ആചാരം ഏതോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്നാണ്. ദയവായി ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് മേലാൽ കുട്ടികളെ കൊണ്ട് വിളക്ക് കെടുത്തിക്കരുത്. അവനെ കൊണ്ട് വിളക്ക് കൊളുത്താം, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അത് ഊതിക്കെടുത്തുന്ന പണി ഒഴിവാക്കി ബാക്കി ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാതിരിക്കുകയോ ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ? നമ്മളെല്ലാം പ്രകടനപരമായിട്ടാണ്. നമുക്ക് ദൈവവിശ്വാസമുണ്ട് എന്ന് ലോകത്തെ മുഴുവൻ അറിയിക്കുക, നമ്മുടെ ജാഥ പോവുക, ഘോഷയാത്രകൾ നടത്തുക, വലിയ ഉത്സവങ്ങൾ നടത്തുക, കലാപരിപാടികൾ നടത്തുക, വലിയ മേളങ്ങൾ നടത്തുക, അതൊരു പ്രകടനപരതയാണ്. വാസ്തവത്തിൽ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് എന്താ? ലോകോ സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ. അയം നിജ പരോവേദി ഗണന ലഘുചേതസാം ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ലോകം തന്നെ ഒരു തറവാട് പോലെ ആയിരിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ കാണുക, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക. ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് സക്കാത്ത് എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. 2.5% പ്രോപ്പർട്ടി ടാക്സ് നാട്ടുകാർക്ക് ദാനം ചെയ്യണം, അർഹതപ്പെട്ടവർക്ക് ദാനം ചെയ്യണം. അതുപോലെ ക്രൈസ്തവർക്ക് അവർക്ക് കൊണ്ടൊരു 0.5% കൊടുക്കുക എന്നൊരു സമ്പ്രദായം. ഹൈന്ദവരായിട്ടുള്ള എൻ്റെ 1-2 സ്നേഹിതന്മാരോട് ഇടക്കരക്കാരല്ല ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാറ്, പക്ഷേ നിയമപരമായിട്ട് അങ്ങനെയൊന്നുമില്ല. എന്നുണ്ട്. ബലിവൈശ്യ ദേവയജ്ഞം എന്ന് പറഞ്ഞൊരു യജ്ഞമുണ്ട് ഹൈന്ദവ ധർമ്മത്തിൽ. ബലിവൈശ്യ ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ 10% ദാനധർമ്മമായിട്ട് കൊടുക്കണം എന്നാണ്. ആ 10% എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കണം. പക്ഷിമൃഗാദികൾക്കും സഹായം അർഹിക്കുന്നവർക്കും സാധാരണക്കാർക്കും പാവങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഉൾപ്പെടെ ദാനം ചെയ്യണം. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എഴുന്നേറ്റാൽ ഉടനെ വാതിൽ തുറക്കുമ്പോൾ തന്നെ പൂച്ച കരയും, പട്ടി കരയും, കാക്ക കരയും ഒക്കെ എല്ലാ ജീവജാലങ്ങളും നമ്മളെ കാത്തിരിക്കുകയാണ്. ഇവിടെ ഈ അമ്മ വാതിൽ തുറന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും തിന്നാനെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്ന പക്ഷികളും മൃഗങ്ങളും കാണും. നമ്മൾ നമ്മുടെ കയ്യിലുള്ള അത്രയും സാധനം നമുക്ക് അന്നത്തെ ആവശ്യം കഴിച്ച് അല്ലെങ്കിൽ അവരെ കൂടി പങ്കാളികളാക്കിയിട്ട് ഇഷ്ടം പോലെ അവർക്ക് ഭക്ഷണം കൊടുത്ത് കാക്കക്കും പൂച്ചയ്ക്കും മറ്റു പക്ഷികൾക്കും പട്ടിക്കും ഒക്കെ നമ്മുടേതാണെങ്കിലും അല്ലെങ്കിലും കോഴിക്കും ഒക്കെ തിന്നാൻ കൊടുത്ത് ആഹാരം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയിട്ട് മുസ്ലിയാരങ്ങാടിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുകയാണെങ്കിൽ ആ ഓട്ടോറിക്ഷ അപ്പം നിർത്തും അവിടെ. കാരണം നിങ്ങൾ ഈ 10% ഈ ദാനധർമ്മങ്ങൾ നിർവഹിച്ചു വരികയാണ്. അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരൻ പറയും ഒഴിവില്ല, പോയിക്കോ, ഞാൻ വേറെ വഴിക്ക് പോവുകയാണ്. അപ്പം നമുക്കൊരു നന്മ വന്നു ചേരണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രാവിലെ മോർണിംഗ് വാക്കിന് പറഞ്ഞ് കൈയൊക്കെ വീശി 4 മണിക്ക് എണീറ്റ് ഇപ്പോൾ ഇവിടെ സമയത്തെക്കുറിച്ച് അധ്യക്ഷനും അതുപോലെ സ്വാഗതം പറഞ്ഞ അരിയത്ര മാഷും സമയത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ സമയം പാലിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു സൂക്കടല്ലത്. ഹൈന്ദവ ധർമ്മവും ഇസ്ലാമിക ധർമ്മവും എല്ലാ ധർമ്മങ്ങളും ദൈവം തന്നെ നമ്മളോട് സമയനിഷ്ഠ പുലർത്താനാണ് പറഞ്ഞിട്ട്. സമയനിഷ്ഠ പുലർത്താനാണ്. എന്താ കാരണം? ഏതെങ്കിലും സമയത്ത് എഴുന്നേറ്റാൽ മതിയോ ഭാരതീയൻ? ഒരു ഹൈന്ദവ ധർമ്മമോ ഇസ്ലാമിക ധർമ്മമോ ഏത് ധർമ്മമായാലും ഏതെങ്കിലും സമയത്ത് എഴുന്നേറ്റാൽ മതിയോ? പോരാ. രാവിലെ 3 മണിക്കും 5:30 മണിക്കും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തമാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയം, ഏറ്റവും നല്ല സമയം. ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് എല്ലാ മതസ്ഥർക്കും ബാധ്യതയാണ്. സമയത്തിൻ്റെ അല്പസ്വല്പം അരമണിക്കൂറോ 3/4 മണിക്കൂറോ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഹൈന്ദവ ധർമ്മക്കാർക്ക് കാലത്ത് 3 മണിക്കും 5:30 ഇടയിൽ എഴുന്നേൽക്കുക എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ സമയം പാലിക്കണോ അതോ വേണ്ടേ? 5 മണിക്ക് എഴുന്നേൽക്കാനാണ് വേദങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു 8 മണി വരെ ഒന്ന് ഉറങ്ങട്ടെ എന്നാണോ തീരുമാനിക്കൽ? അപ്പോൾ അത് മീറ്റിങ്ങിനും സമ്മേളനത്തിനും എല്ലാത്തിനും ബാധകമാണ്. ആ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. തന്നെ പറഞ്ഞു ആയുർവേദം അല്ലേ, ധന്വന്തരി മഹർഷിയുടെ ആയുർവേദം, ചരക സംഹിത, ശുശ്രുത സംഹിത. ആയുർവേദം എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ ഒരു ഉപവേദമാണ്, ആയുസ്സിൻ്റെ വേദം, അതും വേദമാണ്. ചവന മഹർഷിയുടെ ചവനമുനിയുടെ ചവനപ്രാശം മഹാഭൂരിപക്ഷവും അതിൽ നെല്ലിക്കയാണ്. ചവനപ്രാശവും അഗസ്ത്യമുനിയുടെ അഗസ്ത്യരസായനം, ധന്വന്തരി എന്ന് പറയുന്ന ദേവൻ എല്ലാ വൈദ്യന്മാരുടെയും ചികിത്സാരിയായിട്ടുള്ള ദേവനാണ്. ആയുർവേദ സങ്കല്പത്തിൻ്റെ ആചാര്യനും മഹർഷിവര്യനും ദേവനും ഒക്കെ ധന്വന്തരിയാണ്. ആ ധന്വന്തരി മഹർഷി എന്താണ് നമ്മളോട് പറഞ്ഞത്?
അപ്പോൾ ആയുസ്സിൻ്റെ വേദം എന്ന് പറഞ്ഞാൽ ആയുർവേദം, അത് വേദങ്ങളുടെ ഒരു ഉപവേദമാണ്. അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമർത്തിജം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യ ഋഗ്വേദത്തിൻ്റെ ആദ്യ ശ്ലോകം. ആ അഗ്നി എന്നതിന് നീലക്കൊടുവേലി എന്നൊരർത്ഥം കൂടി ഉണ്ട് വേദങ്ങളിൽ, നീലക്കൊടുവേലി. അപ്പോൾ ആയുർവേദം അവിടെ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൻ്റെ അഗ്നി എന്ന് പറഞ്ഞാൽ ഈ സാധാരണ വിളക്കും തീയും മാത്രമല്ല, അതിന് നീലക്കൊടുവേലി എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ നമുക്ക് ഈ മുതുകൊക്കെ വളഞ്ഞു വരുന്ന ഒരു രോഗത്തിന് പൂവരശിൻ്റെ ഇല കൊണ്ട് എങ്ങനെ സുഖപ്പെടുത്താം, എങ്ങനെ ശല്യ ചികിത്സ ചെയ്യാം, ശല്യ ചികിത്സ പറഞ്ഞാൽ സർജറിയാണ്, അതെങ്ങനെ ചെയ്യാം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആയുർവേദം ഇപ്പോൾ എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്നില്ലേ? അത് വേദത്തിൽപ്പെട്ടതല്ലേ ആയുർവേദം? എന്നിട്ട് കോട്ടക്കൽ ആയുർവേദശാലയും കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി, വൈദ്യസമാജം, ഷൊർണൂർ ഇവരെല്ലാവരും ആയുർവേദമല്ലേ? ആയുർവേദത്തിൻ്റെ ആസ്ഥാനമായ ഇന്ത്യയിലേക്ക് കോട്ടക്കല്ലേക്കൊക്കെ എത്ര ആളുകൾ വരുന്നു അല്ലേ? ആയുർവേദം എല്ലാ മതസ്ഥരും ഉപയോഗിക്കുന്നില്ല. എല്ലാവരും, എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ്, ഒരേ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. അപ്പോൾ ആയുർവേദ ചികിത്സ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നില്ല. ജാതി നോക്കിയിട്ടാണോ മരുന്ന് വാങ്ങിക്കുന്നത്? എല്ലാവരും സ്വീകരിക്കുന്നത്. അതാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാ മനുഷ്യരും ഒന്നാണ്. ഭാരതീയ കൺസെപ്റ്റ് അതാണ്. ലോകോ സമസ്ത സുഖിനോ ഭവന്തു, അതാണ് ലോകമേ തറവാട്. എല്ലാ മനുഷ്യരും, എല്ലാ ജീവജാലങ്ങളും ഒരേ പരമാത്മാവിൽ നിന്നുണ്ടായതാണ്, ഒരേ ബ്രഹ്മം, ഒരു പരബ്രഹ്മം സൃഷ്ടിച്ചതാണ്, ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിക്കും. ഇപ്പോൾ ആയുർവേദം, ഞങ്ങളെല്ലാവരും ആയുർവേദം കഴിക്കില്ലേ? എല്ലാവരും ആയുർവേദ ചികിത്സ ചെയ്യും, എല്ലാവരും ആയുർവേദ ചികിത്സ ചെയ്യും. കോട്ടക്കൽ ആയുർവേദശാലയിൽ ഞാൻ വള്ളിക്കുന്ന് MLA ആയിരുന്ന സമയത്ത് ഒരു കോട്ടക്കൽ പോയപ്പോൾ അവിടെ ഒരു ഷാർജയിലെ ഒരു ഷെയ്ഖ്, അവിടുത്തെ ഒരു ഗവൺമെൻറ്റിലെ വൈസ് പ്രസിഡൻ്റാണ്, ഒരു ഷെയ്ഖ് അറബി വന്ന് കിടക്കുന്നുണ്ട് ചികിത്സക്ക്. അപ്പോൾ ഞാൻ അയാളെ കാണാൻ വേണ്ടി അയാളുടെ സെക്രട്ടറിക്ക് ഒരു ഷീറ്റ് കൊടുത്തിട്ട് നീ കാണാൻ വന്നിട്ടുണ്ട് MLA എന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സെക്രട്ടറി ഭയപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, സാറേ അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഉഴിച്ചിലാണ്, തൈലൊക്കെ തേച്ച് ഉഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് കാണുമായിരിക്കുമല്ലോ നല്ലത്, ഇപ്പോൾ ചെറിയ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ഉഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഈ കാർഡൊന്ന് കൊടുക്കുക, ബാക്കി അദ്ദേഹം പറയട്ടെ എന്നുണ്ട്. കാർഡ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു വരാൻ പറയുക. അങ്ങനെ ഞാൻ അകത്ത് കയറി ചെന്നപ്പോൾ അദ്ദേഹം കിടക്കുവാണ്. അപ്പോൾ കിടന്നിട്ട് ശരീരത്തിലൊന്നും വസ്ത്രം ഉണ്ടാവില്ല, ഒരു കോണകം മാതിരി ഒരു സാധനം, ഒരു കൗവീനം മാത്രം ധരിച്ച് ബാക്കി മുഴുവൻ തൈലത്തിലാണ്. അപ്പോൾ ഈ തൈലം ഉണങ്ങുന്നതനുസരിച്ച് കാലുകൊണ്ട് ഇങ്ങനെ തൈലം, ഒരു താലത്തിൽ നിന്ന് തൈലം കാലിലാക്കിയിട്ട് ശങ്കരൻകുട്ടി വാര്യരും രാമൻകുട്ടി വാര്യരും കൂടി ഒരു കയറുമ്മ പിടിച്ചിങ്ങനെ തൂങ്ങിയിട്ട് ഈ ഷെയ്ക്കിൻ്റെ നെഞ്ചത്ത് കയറിക്കുക. കാരണം എന്താ? തൈലം തേക്കുകയാണ് കാലുകൊണ്ട്. ഈ ഷാർജ ഷെയ്ഖിൻ്റെ നെഞ്ചത്ത് കയറി നിൽക്കാൻ കോട്ടക്കലെ രാമൻകുട്ടി വാര്യർക്ക് അല്ലാതെ ലോകത്തിൽ ആർക്കെങ്കിലും ധൈര്യം വരുമോ? തല പോകില്ലേ ഒരു ഷെയ്ഖിൻ്റെ? അപ്പോൾ ആയുർവേദ ചികിത്സക്ക് വേണ്ടി അദ്ദേഹം വന്നതാണ്. അദ്ദേഹം വേറൊരു ധർമ്മത്തിലുള്ള ആളാണെങ്കിലും ആയുർവേദം സ്വീകരിക്കാതിരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ മറ്റു മരുന്നുകളിപ്പോൾ ഹോമിയോ എന്ന് പറയുന്ന ചികിത്സ, അത് ജർമ്മനിയിൽ നിന്ന് വന്നതാണ്, സാമുവൽ ഹാനമാൻ കൊണ്ടുവന്നാണ്. ആ ചികിത്സ ഇപ്പോൾ എല്ലാ മതസ്ഥരും ചെയ്യുന്നില്ലേ? ഇംഗ്ലീഷ് മരുന്നുകൾ ഞാനൊക്കെ ഉപയോഗിക്കുന്നില്ല. ജൂതനും പാഴ്സിയും ക്രിസ്ത്യനും അമേരിക്കക്കാരനും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ഉണ്ടാക്കിയ എല്ലാ മരുന്നുകളും നമ്മൾ കഴിക്കുന്നില്ലേ? നമുക്ക് കണ്ണ് ചിലപ്പോൾ കാഴ്ച പോയാൽ കിട്ടുന്ന കണ്ണ് വെക്കാറില്ലേ? കിഡ്നി പോയാൽ നമ്മൾ ഏതെങ്കിലും ജാതി മതസ്ഥരെ കിഡ്നി നോക്കി വെക്കുമോ? നമുക്ക് ആദ്യം കിട്ടുന്ന കിഡ്നി വെക്കും. ഹാർട്ട് പോയാൽ അത് വെക്കും. കരൾ പോയാൽ ആദ്യം കിട്ടുന്ന കരളിൻ്റെ ഒരു കഷ്ണം ആരാണ് തരുന്നത് നമ്മൾ സ്വീകരിക്കും. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ഈ ധർമ്മനിഷ്ഠ പാലിക്കുക എന്ന് പറഞ്ഞാൽ വെറും പ്രാർത്ഥന മാത്രമല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവൊക്കെ ചെയ്ത പോലെ നമ്മൾ ആത്മീയമായ അന്വേഷണം ലംബമാനമായ രീതിയിൽ അന്വേഷിക്കുക. വെർട്ടിക്കൽ എൻക്വയറി എന്ന് പറയുന്നു. നമ്മൾ ദൈവത്തിനെ കുറിച്ച് സങ്കല്പിക്കുക എപ്പോഴും മേലോട്ടാണ് നോക്കുക. മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാവരും മേലോട്ടാണ് നോക്കുക ദൈവം. അപ്പോൾ ലംബമാനമായ അന്വേഷണമാണ്. ശ്രീനാരായണ ഗുരു ആ അന്വേഷണം സൈഡിലേക്കാണ്, ഹൊറിസോണ്ടലായിട്ടാണ്, തിരശ്ചീനമായിട്ട് അറിയും. കാരണം അവരൻ വേറെ മനുഷ്യരിലും വേറെ ജീവജാലങ്ങളിലുമാണ് ദൈവത്തെ കണ്ടെത്തേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടതെന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്ന ആയുസ്സിൻ്റെ വേദം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു സംഗീത പരിപാടിയൊക്കെ ഉണ്ടാവും ഇവിടെ, എനിക്കറിഞ്ഞൂടെ ബാലയാണെന്ന് പറഞ്ഞു. ഒരു ക്ലാസിക്കൽ മ്യൂസിക്കാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അതിൽ സാധാരണ കേൾക്കുന്നതെങ്കിൽ അതിൽ സരിഗമ പദനിസ സനിധപ മകരീസ, സരിഗമ പദനിസ സനിധപ മകരീസ, ഇങ്ങനെ പല ട്യൂണിലും സരിഗമ പദനിസ സനിധപ മകരീസ ഉണ്ടാവും. എന്നാൽ ഒരു കിട എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാണ് ഈ സരിഗമ പദനിസ തന്നെ ഉപയോഗിക്കുന്നത്?
എന്തിനാണ് സനിതപ മകരീസ തന്നെ ഉപയോഗിക്കുന്നത്? അത് സാമവേദത്തിലെ മന്ത്രങ്ങളുടെ ആദ്യ അക്ഷരമാണ് സ രി ഗ മ പ ത നി സ. ദിവസം എന്നും ക്ലാസിക്കൽ സംഗീതം പാടുന്ന ഒരു ആളോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അയക്കാറി ഉണ്ടാവില്ല ഇത് സരിഗമ പദ നിസ്സ പറഞ്ഞാൽ സാമവേദത്തിലെ ചില മന്ത്രങ്ങളുടെ ആദ്യ അക്ഷരത്തിൽ നിന്നാണ് ഈ വരികളുണ്ടായത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഡാൻസ് ഉണ്ടാവും, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ ഇപ്പോൾ കുച്ചിപ്പുടി ആയാലും ഭരതനാട്യം ആയാലും ഇങ്ങനെയൊക്കെ ചില മുദ്രകളൊക്കെ ഉണ്ടാവില്ലേ? എന്താണ് ഈ മുദ്രകളൊക്കെ പിടിക്കാൻ എന്താ പ്രയാസം? എന്തിനാണ് ഈ മുദ്ര കാണിക്കുന്നത്? വാട്ട് യു മീൻ ബൈ ദാറ്റ്? ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീത ഉപദേശിച്ചപ്പോൾ ഒരു ചിന്മയ മുദ്രയാണ്, ഒരു ചിന്മയ മുദ്ര ഉണ്ടായിരുന്നു. അപ്പം എന്താ മുദ്രയുടെ അർത്ഥം? അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല. മുദ്ര എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരമൊക്കെ ഉണ്ടായിട്ടുള്ളത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. മനുഷ്യ ശരീരം മാത്രമല്ല, എല്ലാ പ്രപഞ്ചം തന്നെ പഞ്ചഭൂതങ്ങളാണ്. അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം. ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ നമ്മുടെ കൈവിരലുകളിൽ അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം എന്ന് ഓരോ വിരലിനും ഓരോ പഞ്ചഭൂതങ്ങളുടെ ഓരോ ശക്തിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിലിപ്പോൾ ആകാശവും ഭൂമിയും തമ്മിൽ തൊട്ടാൽ ഒരു ഫലം, ആകാശവും വായുവും തമ്മിൽ തൊട്ടാൽ വേറൊരു ഫലം, ആകാശവും അഗ്നിയും തമ്മിൽ തൊട്ടാൽ വേറൊരു ഫലം. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ മുദ്രയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ ഈ മുദ്രകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ നൃത്തത്തിൽ സാമവേദം പ്രകാരം നമുക്ക് നാട്ടിലുണ്ടായിട്ടുള്ള ഭരതനാട്യം പോലുള്ള എല്ലാ നൃത്തങ്ങളിലും നമ്മളെന്ത് ഈ മുദ്രകൾ സ്വീകരിക്കും. അതുപോലെ ഇവിടെ വരുമ്പോൾ ഞാനിപ്പോൾ സുധാകരൻ നായരെ കണ്ടു, നമസ്കാരം എന്ന് പറഞ്ഞ് ഇങ്ങനെ തൊഴുതു. ഇങ്ങനെ തൊഴുതുന്ന നമസ്കാര മുദ്രയാണ്. ഇങ്ങനെ തൊഴുതാൽ വെറുതെ ഒരു തൊഴുതലല്ല, 5 വിരലുകളും 10 വിരലുകളും ഒരേമാതിരി ഒപ്പം തൊടുകയാണ്. ഈ 10 വിരലുകളും അഗ്നി, വായു, ആകാശം, ജലം, ഭൂമിയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ഇപ്പം മുസ്ലിങ്ങളാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും, അതിന് അഞ്ജലി മുദ്ര എന്നാണ് പറയുക, ഇതിന് നമസ്കാര മുദ്ര എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള അർത്ഥസമ്പന്നമായ ധാരാളം സംഗതികൾ നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാണാം. പക്ഷേ ആചാരങ്ങളെക്കാളും അനുഷ്ഠാനങ്ങളെക്കാളും ഏറ്റവും മർമ്മപ്രധാനമായത് മൂല്യങ്ങളാണ്, സത്യമാണ്, നീതിയാണ്, കരുണയാണ്, അനുകമ്പയാണ്, സ്നേഹമാണ്, സമാധാനമാണ്. അതൊക്കെ എല്ലാ മതസ്ഥർക്കും ഒന്ന് തന്നെയാണ്. കയ്യും കാലും എങ്ങനെ പിടിക്കുന്നതല്ല, എല്ലാ മതസ്ഥർക്കും ഒന്ന് തന്നെയാണ്. അപ്പം ആയുർവേദമുണ്ട്, ധനുർവേദം എന്ന് പറഞ്ഞൊരു ഉപവേദമുണ്ട്. അത് ആയോധന കലകളെക്കുറിച്ചും ആയുധ നിർമ്മാണത്തെക്കുറിച്ചും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും പറയുന്ന ഉപവേദമാണ് ധനുർവേദം. പിന്നെ സ്ഥാപത്യവേദം എന്ന് പറഞ്ഞൊരു ശില്പവേദമുണ്ട്. ശില്പവേദം നമ്മളിപ്പോൾ ഭാരതത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാം. നമ്മൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞാൻ അവിടെ പ്രതിപാദിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലല്ല. നമ്മളിതൊക്കെ പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംബോഡിയയിലാണ്. അങ്കോർ വാട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവ്, 10 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവാണ് ആ ക്ഷേത്രത്തിനുള്ളത്. ആ 10 ചതുരശ്ര ചുറ്റളവുള്ള ക്ഷേത്രം ഒന്ന് നടന്ന് കാണാൻ നമുക്ക് സാധിക്കില്ല. ഹെലികോപ്റ്ററിൽ പോയാൽ അത് മുഴുവൻ കാണാൻ പറ്റും. അത്രയും വലിയ ക്ഷേത്രം കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്നു. മണ്ഡപങ്ങൾ, തഞ്ചാവൂരിലെ ബൃഹദീശ്വരം, മധുരയിലെ മധുര മീനാക്ഷി ക്ഷേത്രം, അതുപോലെ ശ്രീരംഗം, മൂടബിദ്രി, ചിതറാൾ, കുംഭകർണം, അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ക്ഷേത്രം, മുരുടേശ്വർ, ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലേക്ക് പോയാലുള്ള ക്ഷേത്രങ്ങൾ വേറെ, കാശി വിശ്വനാഥ ക്ഷേത്രങ്ങളും അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ. ഇത്രയധികം ക്ഷേത്രങ്ങൾ, ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മാണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതാണ്. ആരാണ് അതിന് ഈ കരിങ്കല്ലൊക്കെ എത്തിച്ചു കൊടുത്തത്? എങ്ങനെയാണ് ഇതൊക്കെ പണിതത്? എങ്ങനെയാണ് ഈ അളവൊക്കെ എങ്ങനെ ശരിയായത്? എങ്ങനെയാണ് ഈ 1000 കൽ മണ്ഡപങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ കാലുകൾ ഒരേ അളവിൽ ഒരേ തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ കാലുകൾ ഒറ്റ കല്ലിൽ എങ്ങനെയാണ് അതൊക്കെ നിർത്തുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് മഹാത്ഭുതങ്ങളുണ്ട്. അതൊക്കെ കിട്ടിയത്, ആ എൻജിനീയറിംഗ് കിട്ടിയത് സ്ഥാപത്യവേദം എന്ന് പറഞ്ഞൊരു ഉപവേദത്തിൽ നിന്നാണ്. അതിന് ശില്പവേദം എന്ന് പറയും. അപ്പോൾ സ്ഥാപത്യവേദത്തിൻ്റെ അവകാശികളാണ് നമ്മൾ, ശില്പവേദത്തിൻ്റെ. നമ്മൾ ആയുർവേദത്തിൻ്റെ അവകാശികളാണ്, നമ്മൾ ധനുർവേദത്തിൻ്റെ അവകാശികളാണ്. ഒരുപാട് മഹാസിദ്ധാന്തങ്ങളുടെയും അറിവുകളുടെയും ജ്ഞാനങ്ങളുടെയും അവകാശമാണ്. അതെല്ലാം മനസ്സിലാക്കാതെ നമ്മൾ വെറും ഭക്തിയും ചില ഘോഷയാത്രകളും നമ്മുടെ ചില കലാപരിപാടികളും ആയിട്ട് ഉത്സവങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയാൽ മനുഷ്യരുടെ ഉള്ളിൽ ഇതുണ്ടാവും.
ഈശ്വരനെ കണ്ടെത്തുക എന്നുള്ള ജീവിതത്തിൽ ഇപ്പോൾ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ഇപ്പോൾ ഒരു പ്രശ്നം എന്താണ് നാട്ടിൽ ഹിന്ദുക്കളുടെ ഒരു പ്രശ്നമല്ല അത്, പൊതുവെ മനുഷ്യൻ്റെ ഒരു പ്രശ്നമാണ്, ധർമ്മത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ധർമ്മം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം, ഈ പറയുന്ന എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം ധർമ്മം എന്താണ്. പക്ഷെ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ജാനാമി ധർമ്മം നജമേ നിവൃത്തി പ്രവൃത്തി എന്നാണ്. ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി. ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ പ്രവർത്തിക്കാനാവുന്നില്ല. ജാനാമി അധർമ്മം, അധർമ്മം എന്താണെന്നറിയാം, നജമേ നിവൃത്തി, പക്ഷെ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അധർമ്മം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു, ധർമ്മം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷം എങ്ങനെ ലോകത്ത് വന്നു, എങ്ങനെ രാജ്യത്ത് വന്നു? എന്തുകൊണ്ട് രാഷ്ട്രം രാഷ്ട്രത്തോടും ജനം ജനങ്ങളോടും മതം മതത്തോടും സമുദായം സമുദായത്തോടും ഭാഷ ഭാഷയോടും കലയിക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യരും ജീവജാലങ്ങളും തമ്മിലുള്ള സംഘടനകൾ നടക്കുന്നു? എന്തുകൊണ്ട് സമാധാനം ഉണ്ടാകുന്നില്ല? അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരം തേടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഈ വേദങ്ങളും സ്മൃതികളും ശ്രുതികളും ഒക്കെ ഉണ്ടായത് അതിൽ നിന്നാണ്. അപ്പോൾ അത് എന്താണെന്ന് ആചാര്യന്മാരിലൂടെ കിട്ടിയ ഈ സമ്പത്ത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബാധ്യത ഇല്ലേ? പക്ഷേ എന്താണ് വിഷയം എന്ന് വെച്ചാൽ, യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതം അറിഞ്ഞൂടാ. ഹൈന്ദവ സഹോദരന്മാർക്ക് മഹാഭൂരിപക്ഷത്തിനും, ഇടക്കരക്കാർക്കല്ല, എനിക്ക് ഇവിടുന്ന് പോകുവാണല്ലോ, അപ്പോൾ ഞാൻ പറയുന്നത് ബാക്കി അധികം ഭൂരിപക്ഷത്തിനും ഹിന്ദു ധർമ്മങ്ങൾ എന്താണെന്ന് അറിഞ്ഞൂടാ. ക്രൈസ്തവർക്ക് ബൈബിൾ അറിഞ്ഞൂടാ. ഇതൊന്നും അറിയാത്തവരാണ് ഈ കലയിക്കുന്നത്. കൂടെയല്ല പിറക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഇടവേളകളിൽ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് കലഹിക്കുന്നത്? ന്യായമായൊരു ചോദ്യമാണ്. വി ഹാവ് നോ ആൻസർ ഫോർ ദാറ്റ്. അതുപോലെ ഇപ്പോൾ നമ്മൾ രാമായണ മാസക്കാലത്ത് എല്ലാവരും രാമായണം വായിക്കും. ധാരാളം പരസ്യങ്ങൾ, പുതിയ രാമായണങ്ങൾ അച്ചടിച്ചു വരുന്നു. അതിൻ്റെ ധാരാളം പരിഭാഷകൾ വരുന്നു, മലയാളത്തിലുള്ളത് വരുന്നു, കഥകൾ വരുന്നു. അപ്പോൾ പറയും രാമായണം മാതൃഭൂമിയുടെ രാമായണമാണെങ്കിൽ പാരായണം പരമസുഖം എന്ന് റേഡിയോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെല്ലാവരും രാമായണ മാസത്തിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അത് നൽകുന്ന സന്ദേശം നമ്മൾ ആലോചിക്കാറുണ്ടോ? എന്താണ് രാമായണത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശം? അതിൽ ഓരോ സംഗതികളിലും സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ, ചില ജീവിത സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് രാമനെപ്പറ്റിയും സീതയെപ്പറ്റിയും അവരുടെ ജീവിതത്തെക്കുറിച്ചും ആ കഥകളെക്കുറിച്ചും അതിൽ ലക്ഷ്മണനെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും അതിൽ അസുരന്മാരെക്കുറിച്ചും ദേവന്മാരെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ഇങ്ങനെയുള്ള പല സംഗതികളും നമുക്ക് അതിൽ നിന്ന് കിട്ടാനുണ്ട്. അസൂയ എന്താണ്, കുശുമ്പ് എന്താണ്, അമ്മയും മോനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു. സീതയെ തട്ടിക്കൊണ്ടുപോകാൻ മാരീചൻ ഒരു പൊന്മാനിൻ്റെ വേഷത്തിൽ ഓടി വരികയാണ്. ആ മാനിനെ പിടിച്ചു കൊടുക്കണമെന്ന് സീത ആവശ്യപ്പെട്ടതുകൊണ്ട് രാമൻ അതിൻ്റെ പിറകെ അമ്പുമായി പോവുകയാണ്. രാമൻ അതിനെ അന്വേഷിച്ച് പോകുമ്പോൾ മാരീചൻ മാനിൻ്റെ വേഷത്തിൽ വന്ന മാരീചനെ പിടിക്കാൻ വേണ്ടി അന്വേഷിച്ച് പോകുന്ന സമയത്ത് സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു. സീത പോകുന്ന വഴി സീത പുഷ്പവിമാനത്തിൽ വെച്ച് സീതയുടെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് സീതയുടെ ആഭരണങ്ങൾ അതിനകത്ത് വെക്കുകയാണ്. അപ്പോൾ അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ പിന്നെ എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് താഴെ ഒരു കിഴിയാക്കി താഴേക്ക് ഇട്ടു. രാമനും ലക്ഷ്മണനും എന്നെ കാണാതെ വേപതു പൂണ്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ അവർ കാണട്ടെ, പോയ വഴി മനസ്സിലാക്കട്ടെ വിചാരിച്ചിട്ടാണ് ബുദ്ധിപൂർവ്വം സീത അത് ചെയ്തത്. പക്ഷേ അതുപോലെ തന്നെ സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സീതയെ അന്വേഷിച്ച് രാമനും ലക്ഷ്മണനും വന്നു. ഈ പൊതി അവർക്ക് കിട്ടി. പൊതി കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും പരിഭ്രമവും വിഷമവും എല്ലാം കൂടി ആയിട്ട് ഈ രാമൻ ഈ പൊതി അഴിച്ചിട്ട് ലക്ഷ്മണന് കാണിച്ചു കൊടുത്തു. ലക്ഷ്മണ, ഇത് ജ്യേഷ്ഠത്തിയുടെ ആണോ നോക്കുകയായിരുന്നു. അപ്പോൾ ലക്ഷ്മണന് ആദ്യം കിട്ടിയത് ഒരു തോൾ വളയാണ്. അങ്ങനത്തെ ഒരു വള ഇപ്പം ഇല്ല, അന്നത്തെ ആഭരണമാണെന്ന് കരുതിക്കൊള്ളണം. അപ്പോൾ ഈ തോൾ വള കിട്ടിയപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തി അണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ജ്യേഷ്ഠത്തിയുടെ അല്ല എന്ന് പറഞ്ഞു ലക്ഷ്മണൻ. പിന്നെ ഒരു അരഞ്ഞാണം കിട്ടി. ഈ അരഞ്ഞാണം കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഇതും ജ്യേഷ്ഠത്തി അണിയുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ജ്യേഷ്ഠത്തിയുടെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പാദസരം കിട്ടി. പാദസരം കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടാ, ഈ പാതാരബിന്ദങ്ങളിലാണ് ഞാൻ എല്ലാ ദിവസവും നമസ്കരിച്ചിരുന്നത് എന്ന് മനസ്സിലായി. ലക്ഷ്മണൻ സീതാദേവിയുടെ പാദസരമാണ് ലക്ഷ്മണന് പരിചയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സദാ ജ്യേഷ്ഠൻ്റെ പത്നിയോട് എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ സമീപിക്കണം. സൗമിത്രേനാണ് ലക്ഷ്മണൻ. സുമിത്ര അമ്മ, ഞാൻ കാട്ടുപോകട്ടെ എന്ന് ലക്ഷ്മണൻ. ദശരഥനല്ല, നിന്റെ അച്ഛൻ രാമനാണ്.
നിന്റെ അമ്മ ഞാനല്ല, സീതാദേവിയാണ്. നിന്റെ രാജ്യം അയോധ്യയല്ല, കാടാണ് എന്ന് സുമിത്ര ഉപദേശിച്ചിരുന്നു. ആ ഉപദേശം അനുസരിച്ചാണ് ലക്ഷ്മണൻ ജീവിച്ചത്. അപ്പം ലക്ഷ്മണനും രാമനും തമ്മിലുള്ള ബന്ധം, രാമൻ്റെ പത്നിയുമായി ലക്ഷ്മണൻ്റെ ബന്ധം, ആ സ്നേഹം, ആ കാരുണ്യം, ആ സഹോദരി ബന്ധം, അങ്ങനെ എന്തെല്ലാം നല്ല നല്ല മെസ്സേജസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലുള്ള പല സന്ദേശങ്ങൾ. ഇപ്പോൾ മഹാഭാരതം ഒരു വലിയ കഥയാണ്, വലിയൊരു എപ്പിസോഡായിട്ട്, ഒരുപാട് എപ്പിസോഡുകളിൽ വലിയ കഥയായിട്ട് നമ്മളത് സിനിമയായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ആ മഹാഭാരതത്തിൽ എന്തെല്ലാം സന്ദേശങ്ങളാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ മഹാഭാരതത്തിൻ്റെ ഒരു വേറെ ദൂരെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു സംഗതി, ഈ ഭരണകൂടത്തിന് കണ്ണില്ല എന്ന് മഹാഭാരതം കണ്ടതുകൊണ്ട്. ഭരണകൂടത്തിന് കണ്ണില്ല എന്താ മനസ്സിലായത്? ഭരണകൂടം അന്ധമാണ്. എങ്ങനെ മനസ്സിലായി? ഭരിക്കുന്നതാരാ? ധൃതരാഷ്ട്രനാണ്. അവർക്ക് കണ്ണില്ല, അന്ധനാണ് അല്ലേ? ചില ആളുകൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്ന് വരും എന്നതിന് മെസ്സേജ് ഉണ്ടായില്ല. അതെന്താണ്? ഭീഷ്മാചാര്യർ എല്ലാ മക്കളും അനുസരിക്കുന്ന ആചാര്യനായിട്ടുള്ള തപോനിധിയായിട്ടുള്ള യോദ്ധാവായിട്ടുള്ള ഭീഷ്മാചാര്യരെ പോലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു മഹത് വ്യക്തി പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് കുട്ടികളെ അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ മാത്രം അവരനുസരിക്കുമായിരുന്നു. അദ്ദേഹം അത് തക്ക സമയത്ത് പറഞ്ഞില്ല. അത് നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ആരെങ്കിലും വല്ലതും പറയുന്നു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞുകൊള്ളണം എന്നില്ല. ഭരണകൂടം എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അന്ധമായിരിക്കും. ഇനിയിപ്പോൾ കർണൻ എന്ന് പറഞ്ഞാൽ അർജുനനേക്കാളും വലിയ യോദ്ധാവാണ്. ആയോധന കലയിൽ അർജുനൻ്റെ ഒക്കെ മുമ്പിലാണ്. പക്ഷേ കർണൻ പാണ്ഡവനാണ്, ജ്യേഷ്ഠ പാണ്ഡവനാണ്. എങ്കിലും കർണൻ നിന്നത് ധർമ്മത്തിൻ്റെ പക്ഷത്തല്ല, പഞ്ചപാണ്ഡവന്മാരുടെ കൂടെ നിന്നില്ല. ജ്യേഷ്ഠ പാണ്ഡവനായ കർണൻ നിന്നത് ദുര്യോധനൻ്റെ കൂടെയാണ്, കൗരവപക്ഷത്താണ്. എന്താ അങ്ങനെ നിൽക്കാൻ കാരണം? ദുര്യോധനൻ കർണന് ഒരു അംഗരാജ്യത്തിൻ്റെ രാജപദവി കൊടുത്തിരുന്നു. അംഗരാജ്യത്തിൻ്റെ രാജപദവി കിട്ടിയത് കൊണ്ട് കർണൻ എന്ത് ചെയ്തു? കർണൻ ദുര്യോധനോട് ചാഞ്ഞു നിന്നു, ചേർന്ന് നിന്നു. അപ്പോൾ ആരുടെ? ധർമ്മത്തിൻ്റെ പക്ഷത്തുണ്ടായില്ല. പിന്നെ ഒരു മെസ്സേജ് എന്താ ഉള്ളത്? ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആൾ കുറയുന്നതാണ് ഒരു മെസ്സേജ്. ആൾ കുറയല്ലോ, ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആൾ കുറയുന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. ധർമ്മം, സത്യം, നീതി, അതിൻ്റെ പക്ഷത്ത് ആൾ കുറയുന്നതാണ് ആ മഹാഭാരത യുദ്ധവും നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ആൾ കുറഞ്ഞാലും ഭഗവാൻ ആ പക്ഷത്തായിരിക്കും എന്നുള്ളൊരു മഹത്തായ സന്ദേശം അതിലുണ്ട്. അത് വിസ്മരിക്കാൻ പാടില്ല. ജയിക്കുന്നത് ആ ധർമ്മത്തിൻ്റെ പക്ഷമായിരിക്കും. അവിടെ ആളെ എണ്ണം കുറഞ്ഞാലും 5 or 6 പേരെ ഉള്ളെങ്കിലും അവിടെ ജയിച്ചത് ധർമ്മമാണ്. ആ ധർമ്മത്തിൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായോ? അപ്പോൾ ഒരുപാട് ആളപ്പുറത്തുണ്ടായാലും പ്രശ്നമില്ല, ഇപ്പുറത്ത് ഭഗവാൻ ഉണ്ടാവും ധർമ്മത്തിന്. ഇങ്ങനെയൊക്കെയുള്ള സംഭവം. ഇനിയിപ്പോൾ വേറൊരു മെസ്സേജ് ഉണ്ട്. എന്താ? ഈ സീത അല്ല, ഈ പാഞ്ചാലി, ദ്രൗപദിക്ക് 5 ഭർത്താക്കന്മാരാണ്. 5 ഒന്നാം തരം ഭർത്താക്കന്മാർ, മിടുക്കന്മാരായിട്ടുള്ള, ആയോധന വിദഗ്ധരായിട്ടുള്ള, ആരോഗ്യമുള്ള, വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള, വലിയ 5 വമ്പന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരുണ്ടായിട്ടും ആ സ്ത്രീക്ക് ജീവിതം മുഴുവൻ കരയേണ്ടി വന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി? 5 ഭർത്താക്കന്മാരുണ്ടെന്ന് വിചാരിച്ച് എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് കരുതരുത്. അത് പാഞ്ചാലിക്ക് ജീവിതം മുഴുവൻ കരയാനുള്ള അവസരമാണ് അവസാനം ഉണ്ടായിപ്പോയത്. അങ്ങനെയുള്ള പല പല സന്ദേശങ്ങളും. ഇനി വേറൊരു സന്ദേശം നിങ്ങൾ നോക്കിയാൽ കിട്ടും. ഞാൻ വായിക്കുമ്പോൾ വേറെ ഒന്ന് കിട്ടും, നിങ്ങൾ വായിക്കുമ്പോൾ വേറെ ഒന്ന് കിട്ടും. ഈ രാമായണം എന്ന് പറയുന്നത് തന്നെ രാമകഥ പല രാജ്യങ്ങളിലുണ്ട്, ഇവിടെ മാത്രമല്ല. രാമകഥകൾ പല രാജ്യങ്ങളിലുണ്ട്, ഇവിടെ തന്നെ പലതുണ്ട്. വാത്മീകി രാമായണമുണ്ട്, അതുപോലെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണമുണ്ട്, തുളസീദാസ രാമായണമുണ്ട്. ഇങ്ങനെ വന്ന് മറ്റ് ഇതൊക്കെ ഇന്തോനേഷ്യയിലുണ്ട്. മുസ്ലിങ്ങൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. ആ ഇന്തോനേഷ്യയിലെ എയർലൈൻസിൻ്റെ പേര് ഗരുഡ എയർലൈൻസ് എന്നാണ്. അവരുടെ ട്രാൻസ്പോർട്ടിൻ്റെ പേര് ഭഗീരഥി ട്രാൻസ്പോർട്ട് എന്നാണ്. അവരുടെ റിസർവ് ബാങ്കിൻ്റെ പേര് കുബേര ബാങ്ക് എന്നാണ്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. പാകിസ്ഥാനൊന്നുമല്ല, ഇന്തോനേഷ്യയാണ്. അപ്പോൾ അവിടേക്കൊക്കെ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. കംബോഡിയയിലുണ്ട്, വിയറ്റ്നാമിലുണ്ട്, ബർമയിലുണ്ട്, പല രാജ്യങ്ങളിലും രാമകഥകളുണ്ട്. ഈ ചുരുക്കി പറഞ്ഞാൽ ഈജിപ്തിലെ കാമിൽ കൈലാനി എന്ന് പറയുന്ന എഴുത്തുകാരൻ അറബി ഭാഷയിൽ ഒരു നല്ല രാമായണം എഴുതിയിട്ടുണ്ട്. അത് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമായിട്ട് പഠിപ്പിച്ചിരുന്നു, കാമിൽ കൈലാനി എഴുതിയ രാമായണം. അപ്പം രാമകഥകൾ, ആ കഥകളിൽ നിന്ന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? മഹാഭാരതത്തിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അടിസ്ഥാന, അതൊക്കെ ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ്. അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഇതാണ്, വേദഗ്രന്ഥങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദമൊക്കെ. അതിനകത്തുള്ള മന്ത്രങ്ങൾ ചില ആൾക്കാർ ധാരണ ഉണ്ടാവും. അപ്പോൾ ഒരു ഹൈന്ദവ ധർമ്മം അനുസരിച്ച്
നാല് ആശ്രമങ്ങളുണ്ട്. ഒന്ന് പിന്നെ ബ്രഹ്മചര്യം, 2 ഗാർഹസ്ഥ്യം, 3 വാനപ്രസ്ഥം, 4 സന്യാസം. ഈ 4 ആശ്രമങ്ങളാണ്. അതിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ധരിച്ചില്ല ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ എങ്ങനെ നടക്കുക. അതല്ല, പഠനകാലത്തെക്കുറിച്ചാണ് ശരിക്കും ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ബാച്ചലർ ഓഫ് സയൻസ് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ബാച്ചലർ എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളവർക്കും ബാച്ചലർ എന്ന് പറയും. അപ്പോൾ സയൻസ് പഠിക്കുന്ന ആള് ബാച്ചലർ ഓഫ് സയൻസ്, കോമേഴ്സ് പഠിക്കുന്ന ബാച്ചലർ ഓഫ് കോമേഴ്സ് ഇല്ലേ, ബാച്ചലർ ഓഫ് മെഡിസിൻ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അല്പം മാത്രം ആഹാരം കഴിക്കുകയും ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുകയും ശ്രദ്ധാലുവായിരിക്കുകയും വേണമെന്നാണ് ഭാരതീയ ധർമ്മം പറയുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ഗാർഹസ്ഥ്യം തന്നെ നമ്മൾ വിവാഹം കഴിച്ച് ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് വിവാഹം കഴിച്ച് മക്കളുണ്ടായി മക്കളെ പോറ്റി ആ ഗാർഹസ്ഥ്യത്തിലും നമ്മൾ പണമുണ്ടാക്കുകയും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് ധാർമ്മികമായ മാർഗത്തിൽ വേണം. തെറ്റായ മാർഗത്തിൽ പണം ഉണ്ടാക്കുന്നതിനോട് വേദങ്ങൾ യോജിക്കുന്നില്ല. അപ്പം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ നമ്മുടെ മക്കളെ പോറ്റാനൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നത്തെ ഘട്ടം പറയുന്നത് വാനപ്രസ്ഥമാണ്. ചിലർ വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ ചിലർ പറയാറുണ്ട് അതിന് അർത്ഥം പറയുമ്പോൾ കാട്ടിപ്പോകലാണ്. മക്കൾക്ക് മക്കളായി വരുമ്പോഴേക്ക് ഇയാൾ കുറച്ച് പ്രായമായി പിന്നെ നമ്മൾ കാട്ടുപോകലല്ല. കാട്ടുപോകലിന് വാനപ്രസ്ഥം എന്നല്ല പറയാ, വനപ്രസ്ഥം എന്നാ പറയാ. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ വാനം പ്രകാശപൂരിതമാണ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുള്ള പ്രദേശമാണ്. അപ്പൊ ആ വാനം എന്ന് പറഞ്ഞാൽ അവിടെ അത് വിദ്യയാണ്, അറിവാണ്, ജ്ഞാനമാണ്, വെളിച്ചമാണ്, ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തെക്കുറിച്ചാണ് വാനപ്രസ്ഥം എന്ന് പറഞ്ഞത്. പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാത്തവർ സ്വീകരിക്കണ്ട. പക്ഷേ ഈ 4 ആശ്രമങ്ങളും യഥാവിധി ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടു നടക്കണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും എല്ലാ മതങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മത്തിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ ഒരു കുട്ടി ജനിച്ചാൽ അവൻ്റെ ചെവിയിൽ ആദ്യം പറയാം അള്ളാഹു അക്ബർ എന്നാണ്. അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു. അള്ളാഹു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറബി ഭാഷയിൽ പറയുന്ന പേരാണ് അള്ളാഹു. അപ്പോൾ അള്ളാഹു അക്ബർ എന്നാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന് അവൻ്റെ ചെവിയിൽ പറയും. അപ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ ഓരോ മതസ്ഥർക്ക് ഓരോന്നുണ്ട്. ഞാൻ ഹൈന്ദവരായിട്ടുള്ള ചില സ്നേഹിതന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ വല്ലതും പറയാനുണ്ടോ? അവർ ഞങ്ങൾക്കൊന്നുമില്ല. നണ്ട് വേദോസി എന്ന് ചെവിയിൽ പറയണമെന്നാണ്. വേദോസി പറഞ്ഞാൽ നീ വേദമാകുന്നു, നീ അറിവാകുന്നു എന്നൊരു ഹിന്ദു കുഞ്ഞ് ജനിക്കുമ്പോൾ വേദോസി എന്ന് പറഞ്ഞു ഊതണം എന്നാണ് പറയുന്നത്. എത്ര ആൾ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ മരണം വരെ ആ ഒരു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, എങ്ങനെയാണ് മക്കളുണ്ടാകേണ്ടത്, ആ മക്കൾ എങ്ങനെയാണ് പോറ്റേണ്ടത്, ഇത് സകലവും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലുണ്ട്, എല്ലാ പ്രമാണങ്ങളും ഉണ്ട്. എങ്ങനെയാണ് അതിപ്പോൾ ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച്, ഇന്ത്യയിലെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് ഒരു ഹിന്ദു വിവാഹം സാധുവാകണമെങ്കിൽ അതിൻ്റെ സെക്ഷൻ 7 പ്രകാരം ലാജാഹോമവും സപ്തപതിയും വേണം, നിർബന്ധമാണ്. നിയമത്തിൽ തന്നെ പറയണം. അപ്പം അതിൻ്റെ രീതിയിൽ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചൊരു മക്കളുണ്ടാകുന്നതിന് എന്താ? മക്കളുണ്ടാകുന്നതിന് നല്ലൊരു ദിവസം നോക്കി നല്ല ശുദ്ധിയുള്ള ശരീരവും മനസ്സുമുള്ള ദൈവത്തോട് ദൈവ വിചാരമുള്ള ഭാര്യയും ഭർത്താവും നല്ല മക്കളെ എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇണ ചേർന്ന് അതിലൊരു നല്ല കുഞ്ഞ് ജനിക്കണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അങ്ങനെയുള്ള ദിവസം അങ്ങനെയുള്ള എല്ലാ ശുദ്ധിയും എല്ലാ മനസ്സും ശരീരവും ശുദ്ധമാക്കി വെച്ചിട്ട് ഒരു കുഞ്ഞ് ജനിക്കണം എന്നാണ് വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. അതാണ് ഭാരതീയ ധർമ്മം. ഇവിടെ ഇപ്പോൾ രാത്രി നേരം പുലരുന്നവരെ മദ്യപിച്ച് നടന്നിട്ട് അവിടെ കൂടി തലകുത്തി വീണ് അവസാനം രാത്രി 2:30 വീട്ടിൽ വന്ന് ഭാര്യയെ ചവിട്ടി വാതിൽ തുറന്ന് ഒച്ചമ്പുളി ഉണ്ടാക്കിയിട്ട് അന്ന് എവിടെയോ എന്തൊക്കെയോ കാട്ടിയിട്ട് ഒരു കുഞ്ഞുണ്ടായിട്ട് പിന്നെ ഈ കുട്ടി എങ്ങനെ ഉണ്ടായി ചോദിച്ചാൽ ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടായതാണ് പറയും. കാരണം അവിടെ വിചാരിച്ചിട്ടും ഓർമ്മ ഉണ്ടായിട്ടും ചെയ്തതല്ല. അപ്പോൾ പിന്നെ എവിടെയാണ് ധർമ്മം? അപ്പം മദ്യപിക്കാൻ പാടുണ്ടോ? കാരണം മനുഷ്യൻ്റെ അവബോധം എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണ്. അപ്പം ആ അവബോധം നമ്മൾ ദൈവവിചാരമുള്ളവരും ധ്യാനനിരതരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരും ഈശ്വരനെ അറിയുന്നവരും ആണെങ്കിൽ നമ്മളെ ഈ ബോധത്തിൻ്റെ ദ്വീപ് ഒരു വൻകരയായി തീരും. അത് ലഹരിയിലായിപ്പോയാൽ ആ ദ്വീപ് മുങ്ങിപ്പോവും, ആ സമുദ്രത്തിൽ മുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ബോധത്തിൻ്റെ അവയർനെസ്, അവബോധം നമുക്കുണ്ടാവുക, നമ്മുടെ സങ്കല്പം അതനുസരിച്ച് നമ്മൾ വളർത്തിയെടുക്കുക. ഇതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്, വേറൊന്നുമല്ല.
പക്ഷെ ആളുകൾ ചിലർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഏത് മതക്കാരെയും കണ്ടിട്ടുണ്ട്. നമ്മളൊരു മതത്തിൻ്റെ മാത്രം വേഷമൊക്കെ കെട്ടി നടന്നാൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഹിന്ദു ആയി തന്നെ ഈ ഗാർഹസ്ഥ്യം ഒക്കെ പറ്റുമോ? അത് കഴിഞ്ഞ് സന്യാസം സ്വീകരിക്കേണ്ടി വരില്ലേ? ഈ വേദവും അമ്പലവും കാര്യമായിട്ട് നടന്നാൽ പിന്നെ മനുഷ്യന് പണിക്ക് പോകാൻ പറ്റുമോ? നല്ല വീട് വെക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റാ ആ സംശയങ്ങളൊക്കെ. വേദം തന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സ്തുതാ മയാ വരദ വേദമാത പ്രചോദയന്താം പാപമാനീം ദ്വിജാനാം ആയുർ പ്രാണ പ്രജാം പശുവും കീർത്തിയും ദ്രവിണം ബ്രഹ്മവർച്ചസം എന്ന് പറഞ്ഞു. വാട്ട് യു മീൻ ബൈ ദാറ്റ്? സ്തുതാമയ വരദ വേദമാത, വേദമാതാവിനെ നിങ്ങൾ സ്തുതിച്ചാൽ, വരദായിനിയായ വേദമാതാവിനെ സ്തുതിച്ചാൽ, സ്തുതാമയ വരദ വേദമാത, അപ്പൊ എന്തുണ്ടാവും? പ്രചോദയന്താം, പ്രചോദനം ഉണ്ടാവും. പാപമാനിയും, പാപങ്ങൾ നിഗ്രഹിക്കപ്പെടും. ദ്വിജാനാം, രണ്ടാമത് ജനിച്ചതുപോലുള്ളൊരു പരിശുദ്ധി വരും. ആയുർ പ്രാണ, ആയുസ്സും പ്രാണനും ശക്തിപ്പെടും. പ്രജാം, നല്ല മക്കളുണ്ടാവും. പശുവും, ധാരാളം പശുക്കൾ ഉണ്ടാവും, നല്ല സമ്പത്തുണ്ടാവും. ദ്രവിണം, സമ്പത്തുണ്ടാവും. കീർത്തി, പ്രസിദ്ധി ഉണ്ടാവും. പിന്നെ ബ്രഹ്മവർച്ചസം, ബ്രഹ്മപദം പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ വേദമാതാവിനെ സ്തുതിക്കുകയും ദൈവിക മാർഗത്തിൽ ജീവിക്കുകയും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് നല്ല ജീവിതമാകാം, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വീടുണ്ടാവാം, ജോലിക്ക് പോകാം, ഈ സുഖങ്ങളെല്ലാം ആസ്വദിക്കാം. പക്ഷേ അതൊക്കെ ധാർമ്മികമായ മാർഗത്തിലേ പാടുള്ളൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ പിന്നെ വേദമാതാവ് ആരാന്നാണ് അടുത്ത ചോദ്യം. വേദമാതാ എന്നാണല്ലോ പറഞ്ഞത്. വേദമാത ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുന്ന ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് വേദമാത എന്ന് പറയുന്നത്. വേദമാത, ആ വേദമാതാവിനെ നിങ്ങൾ സ്തുതിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാകുന്നതിനെ കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൃത്യുഞ്ജയ, മഹാമൃത്യുഞ്ജയ മന്ത്രമുണ്ട്. പുഷ്ടിവർദ്ധനം ഊർവാരുഗമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. അത് മൃത്യു ഇല്ലാണ്ടായി പോയി, ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി, ഊർജം ഉണ്ടാകുന്നതിന് വേണ്ടി, ഊർജ്ജസ്വലനായിരിക്കുന്നതിന് വേണ്ടി, ചൈതന്യമുള്ളവരായിത്തീരുന്നതിന് വേണ്ടി അതിനാവശ്യമായിട്ടുള്ള മൂലമന്ത്രങ്ങളാണ് എല്ലാവിധ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്നത്. ഈ മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റെ പൂജകളും കാര്യങ്ങളും നടത്തുന്നത്. അതിന് നിങ്ങൾ ക്ഷേത്രത്തിൽ ഓരോ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അത് ഓരോന്നും ഓരോ സങ്കല്പം അനുസരിച്ചുള്ള പ്രതിഷ്ഠയാണ്. എല്ലാം പരമമായി പരമാത്മാവിലേക്കുള്ള മാർഗങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നത്? മനുഷ്യർക്ക് മാത്രം എന്തിനാ ഇത്? മനുഷ്യർക്ക് ഇത് ആവശ്യമുണ്ട്. ഒരു പശു ജനിച്ചാൽ, ഒരു കുഞ്ഞിനെ പറ്റാൽ അപ്പം തന്നെ അത് എണീറ്റ് നടക്കും, പാല് കുടിക്കാൻ അതിനറിയാം, അല്ലേ? കോഴിക്കുഞ്ഞ് ജനിച്ചാൽ ഉടനെ എഴുന്നേറ്റ് നിന്ന് ഓടി തുടങ്ങും. പക്ഷെ മനുഷ്യർക്ക് മാത്രം രാരീരം രാരീരം എന്ന് പറഞ്ഞിട്ട് ഒരു തൊട്ടിൽ കെട്ടി ആട്ടേണ്ടി വരും. മറ്റേ പശുവിൻ്റെ കുഞ്ഞിനത് ആവശ്യമില്ല. ദാറ്റ് ഈസ് എ ഡിഫറൻസ്, അല്ലേ? വൈ ദ ട്രീസ് ആർ ഫ്ലവറിങ്? എന്തുകൊണ്ടാണ് ഈ മരങ്ങൾ പൂക്കുന്നത്? വലിയ വൃക്ഷങ്ങൾ, ഇവിടെയൊക്കെയുള്ള വലിയ വൃക്ഷങ്ങൾ എന്തിനാണ് പൂക്കുന്നത്? അത് പൂത്ത് സുഗന്ധം പരത്തുന്നു, അതിൽ കായ്ക്കഞ്ഞികൾ ഉണ്ടാകുന്നു, മാധുര്യമേറിയ ഫലങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ ബ്രാഞ്ചുകളിൽ അതിൻ്റെ ശാഖകളിൽ കിളികൾ കൂടുവെക്കുന്നു, അതിൻ്റെ തണലിൽ ആളുകൾ വിശ്രമിക്കുന്നു. നിങ്ങളതിൻ്റെ തണലിൽ വിശ്രമിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങളതിൻ്റെ പഴം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, നിങ്ങളതിൻ്റെ സുഗന്ധം അനുഭവിച്ചാലും ഇല്ലെങ്കിലും, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. പൂക്കുക എന്നുള്ളത് മരത്തിൻ്റെ ഒരു ചുമതലയായിട്ട് ദൈവനിയോഗമാണ്. അത് പൂത്തുകൊണ്ടേയിരിക്കും. വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്? എന്തുകൊണ്ടാണ് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? ഗുരു ഗിരിവർ സേ ഗിർഗിർക്കർ നദിയോ എന്നെ ബഹന സീക്ക സിർ പടക്ക് പടക്ക് പത്തർ പർ ചർണം എന്നെ ചർണ സീക്കാം. നിങ്ങൾ ആതിരപ്പള്ളിയിലൊക്കെ പോയാൽ വെള്ളച്ചാട്ടം കാണുമ്പോൾ അത് പാറക്കെട്ടുകളിൽ തലയിട്ടടിച്ച അരുവികൾ ഒഴുകാൻ പഠിക്കുന്നത് കാണാൻ സാധിക്കും, അല്ലേ? എന്തിനാണ് നദി ഒഴുകുന്നത്? നദി ആർക്ക് വേണ്ടിയാണ് ഒഴുകുന്നത്? നദി ഒഴുകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മരം പൂക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. വൈ ദ സൺ ഈസ് ഷൈനിങ്? എന്തിനാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്തം നിർത്തുന്ന. അപ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നദി ഒഴുകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, മരം പൂക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങളും ഞാൻ എന്തിനാ? നമ്മളെല്ലാവരും ഉണ്ടായത് എന്തിനാ?
നമ്മളെല്ലാവരും ഉണ്ടായത് എന്തിനാണ്? നമ്മളെന്തിനാണ് ഈ ഇത്രയധികം പണമൊക്കെ ചിലവാക്കി ജീവിച്ച് കഷ്ടപ്പെട്ട് അടിപിടി കൂടി കച്ചറുണ്ടാക്കി ലഹളുണ്ടാക്കി ചീത്ത വിളിച്ച് പരദൂഷണം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് അടിച്ച് പിന്നെ ഡിസ്ലൈക്ക് അടിച്ച് ചീത്ത പറഞ്ഞ് എങ്ങനെ നടക്കാനാണ് നമ്മളുണ്ടായത്? ദർ ഈസ് നോ യൂസ്. മരം കൊണ്ടുള്ള ഉപകാരം പോലും ഇല്ല, പുഴ കൊണ്ടുള്ള ഉപകാരം പോലും ഇല്ല. ഉപദ്രവം ധാരാളം ഉണ്ട് താനും അല്ലേ? ചെയ്തിൽ ഒട്ടും സുഹൃതം ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം എന്നാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തിനുണ്ടായത്? നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു കടയിൽ പോയിട്ട് ടി വി വാങ്ങിക്കോ, അതിൻ്റെ കൂടെ ഒരു പുസ്തകം തരും, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കോ, അതിൻ്റെ ഒരു ഓപ്പറേഷൻ മാനുവൽ തരും. ഒരു കാറ് വാങ്ങിക്കോ, ഒരു ഓപ്പറേഷൻ മാനുവൽ വരും. അങ്ങനെ കമ്പനി പറഞ്ഞത് പ്രകാരം അത് ഓട്ടിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്യാരണ്ടിയും വാറണ്ടിയും ഉണ്ടാവും. മനുഷ്യന് മാത്രം പ്രത്യേകത ഉണ്ട്. ഇവൻ ഓസിലേറ്റിംഗ് ആൻഡ് വാസിലേറ്റിംഗ് ആണ്, ചാഞ്ചാടിക്കൊണ്ടിരിക്കും. നല്ലവനുമാകാം ചീത്തവനുമാകാം, നല്ലവനുമാകാം ചീത്തവനുമാകാം. അപ്പോൾ നമ്മുടെ എല്ലാം സൃഷ്ടാവായ പരമാത്മാവ്, ബ്രഹ്മ, ദൈവം, ഈശ്വരൻ, അള്ളാഹ്, സ്വർഗസ്ഥനായ പിതാവ് എന്നൊക്കെ വിളിക്കുന്ന ദൈവം നമുക്കും ഒരു ഓപ്പറേഷൻ മാനുവൽ തന്നു. വേദഗ്രന്ഥങ്ങളും ഖുർആനും ബൈബിളൊക്കെ അതാണ്. ഇതനുസരിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞൊരു പുസ്തകം ആചാര്യന്മാരിലൂടെ മഹർഷിവര്യന്മാരിലൂടെ നമുക്കും തന്നു. ആ പുസ്തകം അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഈ പുസ്തകം മരത്തിനാവശ്യമില്ല, ഈ പുസ്തകം പുഴക്കാവശ്യമില്ല, ഈ പുസ്തകം സൂര്യനാവശ്യമില്ല. അത് ആദ്യം തന്നെ വെൽ പ്ലാൻഡാണ്, അതനുസരിച്ച് വർക്ക് ചെയ്യും. ഇത് ജീവജാലങ്ങൾക്ക് ആവശ്യമില്ല, ഇത് മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ആ മാർഗദർശനം അനുസരിച്ച് ഇപ്പോൾ ഈ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ഹൈന്ദവ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഇതിലുള്ളതല്ല. ഇപ്പോൾ ദൈവത്തിലേ വിശ്വസിക്കാത്തവരും ഹിന്ദുക്കളുണ്ട്. ഗൗതമ മഹർഷിയുടെ യുക്തിവാദം പോലുള്ള വാദങ്ങളുണ്ട്, നിരീശ്വരവാദം പോലുള്ള വാദങ്ങളുണ്ട്. ആ മഹർഷിയെയും ഭാരതീയ ധർമ്മം ഗൗതമ മഹർഷി എന്നാണ് പറയുക അല്ലേ? ഗാണപത്യം, താന്ത്രിക്, ശാക്തേയം, ശൈവം, വൈഷ്ണവം, ഇങ്ങനെ എല്ലാ ശിവനെ ആരാധിക്കുന്നവർ, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ, ഗണപതിയെ ആരാധിക്കുന്നവർ, താന്ത്രികമായിട്ടുള്ള ഇത് അനുസരിച്ച് ആരാധിക്കുന്നവർ, ശാക്തേയ മതം സ്വീകരിച്ചവർ, മതത്തിലെ വിശ്വസിക്കാത്തവർ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒറ്റ പ്രവാഹമായി ഒഴുകുന്നതാണ് ഭാരതീയ ധർമ്മം എന്ന്. അതെല്ലാം ഒരുപോലെ ഒരു പ്രവാഹമായി ഒഴുകുന്നതാണ്, പരസ്പരം പങ്കുവെച്ച് ഒഴുകുന്നതാണ്. അതല്ലാണ്ട് അതിലെല്ലാ ആർക്കും എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെയുള്ള വിശാലമായ സഹിഷ്ണുതയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഭാരതീയ ധർമ്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഞാൻ അതുകൂടി പറഞ്ഞ് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. ശ്രീനാരായണ ഗുരു വളരെ ഇൻക്ലൂസീവായിട്ടുള്ളൊരു ഗുരുവായിരുന്നു. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ എന്ന് വിളിക്കുന്ന അയ്യപ്പൻ മാഷ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുദ്രാവാക്യം എന്താ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ശിഷ്യൻ എന്താ പറഞ്ഞുകൊടുക്കുക? ദൈവമില്ല, മതമില്ല, മനുഷ്യനെന്നാണ്. മനുഷ്യന് ദൈവമില്ല, മതമില്ല, ജാതിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ശിഷ്യനും ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന് പറഞ്ഞെടുക്കുകയാണ്. പക്ഷേ അപ്പോൾ അനുയായികൾ ചിലർ പറഞ്ഞു ഗുരുവിനോട്, ഗുരു ഈ അയ്യപ്പനൊന്ന് ഉപദേശിക്കണം, അങ്ങ് ഇങ്ങനെ പറയുന്നു, അയ്യപ്പൻ വേറെ ഒന്ന് പറയണു. അപ്പോൾ ഗുരു പറഞ്ഞെന്താ അറിയും? അയ്യപ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും അവൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. അപ്പോൾ ദൈവം എവിടെ വേണ്ടതെന്ന് മനസ്സിലായില്ലേ? അതുപോലെ ഗുരുവിൻ്റെ ആദ്യത്തെ ആശ്രമം ആലുവയിലാണ് തുടങ്ങിയത്. ആ ആശ്രമം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ആശ്രമത്തിൽ സി കേശവൻ എന്ന് പറയുന്ന ഒരു ശിഷ്യനും അവിടെ ഒരു ജോലിയൊക്കെ ആയിട്ട് ആശ്രമത്തിലുണ്ടായിരുന്നു. ആശ്രമത്തിൽ ഭക്ഷണം പച്ചക്കറികളും സദ്യയൊക്കെയാണ്, മത്സ്യമാംസാദികളില്ല. അവിടുത്തെ സിസ്റ്റം അതാണ്, അവിടുത്തെ ചിട്ട. അവിടെ വന്ന കേശവൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കേശവന് മത്സ്യവും മാംസവും ഇല്ലാണ്ട് ഉണ്ണാൻ കഴിയില്ല. അതുകൊണ്ട് കേശവൻ ഉച്ചയാകുമ്പോൾ ഈ ആശ്രമത്തിൽ നിന്ന് പതുക്കെ ചാടി പുറത്തു പോയിട്ട് ഒരു കാക്കാൻ്റെ പീടിയെ പോയിട്ട് ഇറച്ചി മീനൊക്കെ കൂട്ടി ഊണയിച്ച് ഒന്നും അറിയാത്ത പോലെ മുഖം ഇങ്ങനെ തുടച്ചിട്ട് പിന്നെ നെയ്ത്തൊക്കെ എന്തായി എന്ന് വെച്ചിട്ട് ഇങ്ങനെ മടങ്ങി വരും. അങ്ങനെ ഒരു മാസമായപ്പോൾ ഈ കേശവൻ എന്ത് ചെയ്തു പറയും, ഈ കടയിൽ പോയിട്ട് ഹോട്ടലുകാരനോട് ചോദിച്ചു, എൻ്റെ ഈ മാസത്തെ ഊണിൻ്റെ പൈസ എത്രയായി ചോദിച്ചു. കീസയിൽ ഊണ് കഴിച്ച പൈസ. അയ്യോ അത് ഗുരു തന്നു പറഞ്ഞു. ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ശിഷ്യൻ ഇങ്ങനൊരു സോക്കടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രീനാരായണ ഗുരു ആ പൈസ ഹോട്ടലിൽ അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരാളെങ്കിൽ കാണാൻ പറ്റൂ. വാഗ്ബടാനന്ദ സ്വാമി ശ്രീനാരായണ ഗുരുവും തമ്മിലൊരു തർക്കം വന്നപ്പോൾ വാഗ്ബടാനന്ദ സ്വാമി പറഞ്ഞു ഗുരുവിനോട്, അങ്ങയുടെ ഈ അഭിപ്രായങ്ങളോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങയോട് എനിക്ക് യോജിപ്പാണ്. ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യുക,
ഗുരുവായി വാഗ്ഭടാനന്ദനെ പുറത്താക്കി. സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ മൂപ്പരുതും കുറേ ആൾക്കാർ ഗുരുവിനും അങ്ങനെ കണ്ടും ബഹളും വാട്സപ്പും ഗുരുവിനെ ചീത്തവിളി ഒക്കെ ഉണ്ടാവില്ലേ? അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉൾക്കൊള്ളുന്നവൻ രമണ മഹർഷി വേറൊരു മഹർഷി വരെയാണ്. ആ രമണ മഹർഷി ഒരു ദിവസം തൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ എപ്പോഴാണ് നേരം വെളുക്കുന്നത്? അപ്പോൾ ഒരു കുട്ടി എണീറ്റ് പറഞ്ഞു, ഗുരു, കിഴക്കൻ ചക്രവാളത്തിൽ ചുവപ്പ് പടരുമ്പോൾ നേരം വെളുത്തു പറഞ്ഞു. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, സിറ്റ് ഡൗൺ, യുവർ ആൻസർ ഈസ് റോങ്, നീ തെറ്റ് പറഞ്ഞു, ഇരിക്കുക. അടുത്ത കുട്ടിയോട് ചോദിച്ചപ്പോൾ അടുത്ത കുട്ടി പറഞ്ഞു, പുറത്തോട്ട് നോക്കുമ്പോൾ വൃക്ഷങ്ങളും പക്ഷികളൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നേരം വെളുത്തു പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, ആ ഉത്തരം തെറ്റാണ്, ഇരിക്കുക. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, എന്നാൽ ഇനി ഗുരു പറ എപ്പോഴാണ് നേരം വെളുക്കുക. അപ്പോൾ ഗുരു പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരു പുരുഷനെയാണ് കണ്ടതെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ സഹോദരനാണെന്നും ഒരു സ്ത്രീയാണ് കണ്ടതെങ്കിൽ അത് നിങ്ങളുടെ സഹോദരിയാണെന്നും എപ്പോൾ ബോധ്യപ്പെടുന്നുവോ അപ്പോൾ നേരം വെളുത്തു. അങ്ങനെ നമുക്ക് നേരം വെളുത്തോ? അങ്ങനെ നമുക്ക് നേരം വെളുക്കണം എന്നാണ് രമണ മഹർഷി പറഞ്ഞത്. ആ രമണ മഹർഷിയെ പോലുള്ള മഹർഷിവര്യന്മാർ, ശ്രീനാരായണ ഗുരുമാതിരിയുള്ള മഹർഷിവര്യന്മാർ, അതൊക്കെ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമായിട്ട് ധാരാളം മഹർഷിവര്യന്മാരും ധ്യാനനിരതരായിരുന്നവരും അങ്ങനെ നമുക്ക് ധാരാളം അറിവും അനുഭവ സമ്പത്തും നൽകിയ ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അവയെല്ലാം പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും പരസ്പരം മറ്റുള്ളവർക്കായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ വേണം. ഇന്ന് നമ്മുടെ രാജ്യം പഴയ കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ഒരു സ്ഥിതി എന്താ? ഇന്നത്തെ ഒരു സ്ഥിതി എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രക്കു മറ്റയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക എന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ, അല്ലേ? പുത്രരെയെല്ലാം കൊല്ലിച്ച യുദ്ധത്തിൻ്റെ ദുഃഖസാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു. സൂര്യനു പിറന്നതൻ കടിഞ്ഞോൽ പുത്രൻ ഏതോ സൂതൻ്റെ കരിക്കാടി കുടിച്ചു വളർന്നതും മാനത്ത് സൂര്യൻ പോലെ പോർനിലത്തവൻ അഭിമാനിയായി ജ്വലിച്ചതും അനുജന് ഇതൊരു അസ്ത്രമാരിയിൽ അവൻ ധീരം അസ്തമിച്ചതും ജയമാരുടേതെന്ന് ഒരുവാൻ ആർക്കാർക്കും ആവാഞ്ഞതും രാജമാതാവാം കുന്തി ഓർമ്മ തൻ ഇഴപെർത്തൊരായിരം മാതാക്കളിലൂടെ ഇന്നും കരയുന്നു. അകലെ ഗ്രാമങ്ങളിൽ 100 കൂരകൾക്കുള്ളിൽ അപമാനിതയായ പാഞ്ചാലി കരയുന്നു. വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തന്നിൽ രക്തസാക്ഷിയാം തന്നെ ഉണ്ണിയെ വിളിച്ച് മാറത്തലച്ചാർക്കുന്നു സുഭദ്ര. ദുർവിധി വൈദവ്യം ചേർത്തൊരു ഉത്തര മൂർച്ഛിക്കുന്നു. വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക, ഗ്രാമം പട്ടണം ജനപഥമൊക്കെയും കൊന്നും തിന്നും വാഴുക, മർത്യരാവുക മാത്രം വയ്യ, ജന്തുത ജയിക്കുന്നു. നമുക്കെല്ലാം മർത്യരായിത്തീരാൻ ശ്രമിക്കാം. അങ്ങനെയുള്ള ധാർമ്മികമായ ചിന്തയോടുകൂടി നിഷ്ഠയോടുകൂടി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു ആൾ. സ്നേഹം നിറഞ്ഞ ഭക്തജനങ്ങളെ, നാട്ടുകാരി, നമ്മൾക്ക് നല്ല അറിവ് പകരുന്ന ഒരു പ്രഭാഷണം അദ്ദേഹം കേരള ഈ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് കുട്ടേട്ടൻ അടക്കം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരുപക്ഷെ എടക്കരയുടെ മത സാംസ്കാരിക സദസ്സിൽ ആദ്യമായിട്ടാവും ഇതുപോലത്തെ ഒരു പ്രഭാഷണം നമ്മൾ ശ്രവിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ദുർഗാക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പല മതപ്രഭാഷണങ്ങളും കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മൾ ഇന്ന് കേട്ട മതപ്രഭാഷണത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇദ്ദേഹം എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഒരു പക്ഷേ നമ്മളിൽ പലരും കേൾക്കുന്നത് ആദ്യമായിട്ടാവും. സത്യത്തിൽ നമ്മളെല്ലാവരും ഹിന്ദുമത വിശ്വാസികളാണ്. ആ വിശ്വാസപ്രകാരം അതിൻ്റെ ആചാരങ്ങളിലും ക്ഷേത്രാചാരങ്ങളിലൊക്കെ വിശ്വസിച്ചു പോരുന്ന ആളുകൾ. പക്ഷെ എന്തുകൊണ്ട് ഒരു ഹിന്ദുമത വിശ്വാസിയായി തുടരണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒരു സയൻറ്റിഫിക് റിലീജിയനാണ് ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ. ഒരു സയൻറ്റിഫിക് റിലീജിയൻ. ആ സയൻറ്റിഫിക് റിലീജിയൻ ഏത് രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകണം എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെയുള്ള സൂക്തങ്ങളും മന്ത്രങ്ങളുമൊക്കെ
വളരെ കൃത്യമായി നമ്മൾക്കൊന്നും ഒരുപക്ഷെ അറിയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം അറിയില്ല എന്ന് തന്നെ പറയാം. പലതൊക്കെ ഞാനടക്കം ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കാരണം എന്നുള്ളത്. അത്തരത്തിലൊരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നതിന് ഈ ക്ഷേത്ര കമ്മിറ്റിയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ സഹോദരത്തിൻ്റെ, നമ്മുടെ മതേതരത്തിൻ്റെ ഒക്കെ മാതൃകയായി ഇവിടെ ഈ ക്ഷേത്ര അങ്കണം ഇങ്ങനെ നിലനിന്ന് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നല്ലൊരു കയ്യടി നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കണം. നിങ്ങൾ അകമഴിഞ്ഞ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു നിറഞ്ഞ കയ്യടി കൂടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും വളരെ ഭാഗ്യമുള്ളൊരു നിമിഷമായി ഈ ദിവസത്തെ കാണുന്നു. എല്ലാവർക്കും വലിയ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.